മീൻസ് വിൻഡോ. ഹലോ, ട്രാൻസ്മിഷൻ ഈസ് അൺസ്റ്റേബിൾ, ദാറ്റ്സ് വൈ ഐ സ്റ്റോപ്പ് ദ ലൈവ്. മേ ബി ഇനി അത് സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. നേരത്തെ ഒരു മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്യത്തില്ലായിരുന്നല്ലോ. സോ വെരി ബിഗിനിങ്ങിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആസാമിൽ പുതിയ നിയമം വരുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായി, അതായത് UCC വരുന്നതിന് മുന്നോടിയായിട്ട് ഇസ്ലാം മതവിഭാഗത്തിലുള്ള ഈ രണ്ട് ഭാര്യ ദുഭാര്യ എന്ന ഒരു സാധനം നിർത്തലാക്കിക്കൊണ്ടൊരു നിയമം വന്നിട്ടുണ്ട്. അതാണ് നമ്മളുടെ സബ്ജക്റ്റ് എന്ന്. മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കി ആസാം സർക്കാർ. ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് മെസ്സേജ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഐ ഡോണ്ട് നോ, നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഡിസ്കണ്ടിന്യൂ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ആഡ് ദാറ്റ് ഇൻ കമൻറ്റ്സ്. ഓക്കെ, സോ ഇത്രയുള്ള വിഷയം. ഈ വിഭാഗത്തിലെ രണ്ട് വിവാഹം എന്ന ഒരു കാറ്റഗറി കൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുകയും ദ്രോഹിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിവാഹം കഴിക്കുകയോ മറ്റൊരു പെണ്ണിൻ്റെ ഒപ്പം ചെയ്യുന്നതിനൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ നിങ്ങളൊരു കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു, അതിനെ നോക്കാൻ കഴിവില്ലാത്തവണ്ണം ആ പെൺകുട്ടി അത്രയും ഗതികെട്ട രീതിയിലേക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ അതിനെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ അടുത്ത് പോകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന സംഗതിയല്ല. ഇസ്ലാമിക മതവിഭാഗത്തിന്റെ ഒരൊറ്റ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 15 വയസ്സിൽ അവർക്ക് കുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കാം. അവരുടെ സാമൂഹിക വ്യവസ്ഥ അല്ലെങ്കിൽ അവരുടെ സിവിൽ നിയമം അനുവദിച്ചു കൊടുക്കുന്നത് 15 വയസ്സാണ് കുട്ടികളുടെ വിവാഹപ്രായം, പെൺകുട്ടികളുടെ വിവാഹപ്രായം. പെൺകുട്ടികളെ 15 വയസ്സ് കെട്ടിച്ചു കൊടുത്താൽ 15 വയസ്സിൽ 10ാം ക്ലാസ് പോലും പാസ്സാവത്തില്ല. മര്യാദയ്ക്ക് 10ാം ക്ലാസ് പോലും പാസ്സാവാൻ പറ്റാത്തതിൻ്റെ ഏജ് ലിമിറ്റാണ് 15 വയസ്സ്. ഈ 10ാം ക്ലാസ് വിദ്യാഭ്യാസം കൊണ്ട് ചെന്ന് കയറുന്ന 3-4 കുട്ടികളെ ഉണ്ടാക്കി കൊടുത്ത് അവനവൻ്റെ പാടിന് പോയി നോക്കുമ്പം ഈ പെൺകുട്ടികൾ ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ പാടില്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് പ്രോസ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെ ഈ പെൺകുട്ടികൾ തിരിഞ്ഞു പോകുന്നത്. ഈ കുട്ടികളെ വളർത്താനുള്ള വേറെ സൊല്യൂഷൻ അവർക്കറിയത്തില്ല, മറ്റു യാതൊന്നും അവരെ കൊണ്ടൊക്കത്തില്ലാതെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. പിന്നെ ഇവർ സെക്ഷലി മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു രീതിയുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ആ കുട്ടികൾ അങ്ങനെ ചൂസ് ചെയ്യുന്നത്. ഇതിനെതിരെ ഷാബാനുമാണ് ആദ്യം ശബ്ദമുയർത്തിയത്. ഗവൺമെൻറ് തലങ്ങളിൽ നിന്ന് ഷാബാനുവിനും ഈ പറയുന്ന ഈ മസ്ജിദ് റിലേറ്റഡ് ആയിട്ടുള്ള പണ്ഡിത ശിരോമണികളുടെ ശല്യം കാരണവും രാജീവ് ഗാന്ധി ആയിരുന്നു ഭരണം, പുള്ളിക്കാരൻ തന്നെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് അതങ്ങോട്ട് പാസ്സാക്കി. എന്താണെന്നറിയാം, ഒരു പ്രമേയം പാസ്സാക്കി. അതിനനുസരിച്ചിട്ട് ഇവർ നശിപ്പിച്ചിട്ട് പോകുന്ന പെൺകുട്ടികൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും ചെലവ് കൊടുക്കാൻ വഖഫ് ബോർഡ് എന്നൊരു സംവിധാനം കൊണ്ടുവന്നു. നമ്മുടെ ടാക്സ് പേയ്മെൻറ്റ് ഇവന്മാരുടെ തന്തയില്ലാത്ത കൊച്ചുങ്ങൾക്ക് നമ്മൾ ചെലവിന് കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ഇസ്ലാമിക വിശ്വാസം കൊണ്ട് നടക്കുന്നവർക്കുള്ള യൂണിറ്റി കാരണം ഓരോ പൊളിറ്റീഷ്യനും അവരെ തൊടാൻ ഭയപ്പെടുന്നുണ്ട്. പക്ഷേ അവർക്കിടയിലാണ് ഏറ്റവും അധികം ഗോത്രീയതയുള്ളത്. ഈ ഗോത്രീയതയും തീവ്രവാദ മെന്റാലിറ്റിയുമുള്ള ഇവരെ കാരണം മര്യാദയ്ക്ക് ഇതിലൊന്നും ഭാഗമാകാതെ ജീവിക്കുന്ന ഇസ്ലാമിയർക്ക് പോലും ചീത്തപ്പേരാണ് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ പറയുന്ന ഇസ്ലാം വിഭാഗത്തിൽ ഇങ്ങനെ അല്ലാതെ പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു നല്ല വിഭാഗമുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റവും അധികം ഫെസിലിറ്റീസ് അനുഭവിച്ച് ജീവിച്ചവളാണ്. എൻ്റെ വിവാഹം ഏർലി മാരേജ് ആയിരുന്നു, 17 വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ബട്ട് സ്റ്റിൽ എനിക്ക് പഠിക്കാനുള്ള എല്ലാ സംവിധാനവും വീട്ടുകാർ ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതിൻ്റെ എല്ലാ ബെനിഫിറ്റും അനുഭവിച്ചവളാണ്. എൻ്റെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്, 2 പേരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പെൺകുട്ടികളും നല്ല എഡ്യൂക്കേറ്റഡ്, വെൽ എഡ്യൂക്കേറ്റഡ് ലേഡീസ് തന്നെയാണ്. അപ്പോൾ ഇസ്ലാം നിയമപ്രകാരം ജീവിക്കുന്ന ഞങ്ങൾക്കൊക്കെ തന്നെ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അടച്ചാക്ഷേപിക്കാത്തത് അതുകൊണ്ടാണ്. പക്ഷേ ഇതിലെ മത തീവ്രവാദം നിലനിൽക്കുന്നിടത്തോളം ഈ വിഭാഗക്കാരെ അപരവൽക്കരിക്കുന്ന ഒരു ടേം അവർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പൊതുസമൂഹം അവരവൽക്കരിക്കത്തില്ല, പക്ഷെ അവരങ്ങനെ ഇടത്തോട്ട് മുണ്ടുടുക്കുക, സുന ചെത്തിക്കളയുക, തലപ്പാവ് ധരിച്ചുകൊണ്ട് നടക്കുക, ഇനി ഇതുപോലെ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുക. സോ ദേ വാണ്ട് സംതിങ്. അവർക്ക് അവരുടേതായ ഒരു ടേം അവരുണ്ടാക്കിയെടുക്കും. ഞങ്ങൾ വ്യത്യസ്തരാണ് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെടുകയാണ് എന്നുള്ളത് അവർക്ക് ബോധപ്പെടുന്നില്ല എന്നുള്ളതാണ് ചുരുക്കം. ഇവരുടെ ജീവിത രീതികളും ഇവരുടെ ജീവിതങ്ങളിലേക്കുമൊക്കെ തന്നെ ആർക്കും പോയി ചേരാനോ സപ്പോർട്ട് ചെയ്യാനോ പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിമകളാണ് അതിലുള്ള പെണ്ണുങ്ങൾ അധികവും. മെജോറിറ്റി ഉള്ളത് ഹായ് ഐ ആം വാച്ചിങ് ഓൾ ഓഫ് യു. മെജോറിറ്റി ഉള്ളവർ തന്നെ അടിമകളാണ്. അവർക്ക് നമ്മൾ പറയണത് തിരിയത്തില്ല, അവർക്ക് പറയുന്നത് മനസ്സിലാകത്തില്ല. പിന്നെ ജമാഅത്ത് കമ്മിറ്റി അല്ലെങ്കിൽ ഈ മുസ്ലിമുകൾക്ക് തനിയെ തന്നെ ഒരു ജമാഅത്ത് ഉണ്ടായിരിക്കും. 40 പേര് അടങ്ങുന്ന ഒരു കുടുംബം വരുമ്പം അവർക്കൊരു മസ്ജിദ്, അതിനൊരു ജമാഅത്ത്, അവർക്ക് അവരുടെ ഒരു നിയമം, പാരലലായ ഒരു ഗവൺമെൻറ് സംവിധാനം നടത്തിക്കൊണ്ടു പോകുന്ന അവരെ നമ്മളുടെ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഫോളോ അപ്പിലേക്ക് കൊണ്ടുവരാൻ വളരെ ദുസ്സഹമാണ്.
ഏറ്റവും അധികം ടാക്സ് വെട്ടിപ്പ്, ഏറ്റവും അധികം ഇമ്മോറൽ വർക്ക്, ഏറ്റവും അധികം ഇല്ലീഗൽ ട്രാൻസാക്ഷൻ, ഹവാല പണമിടപാട്, ഇതൊക്കെ നടത്തുന്നത് ഇസ്ലാമിയർ തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മതബോധം അവർക്ക് രാജ്യബോധമില്ല, രാഷ്ട്രബോധം ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അമിത രാജ്യസ്നേഹവും തെറ്റാണ്, അതും ശരിയാണെന്ന വാദം എനിക്കില്ല. പക്ഷേ അല്പമെങ്കിലും നമ്മൾ രാജ്യത്ത് ജീവിക്കുകയാണെങ്കിൽ 18.2 വയസ്സിലാണെന്ന് അന്ന് പറഞ്ഞു. ആര്? സിന്ധു രാജഗോപാൽ എന്തു പറഞ്ഞു? 18.2 വയസ്സിലാണെന്ന്. നമ്മുടെ രാജ്യത്തെ ഒരു നിയമം ഉണ്ടാകും. ആ നിയമവ്യവസ്ഥ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നാണ് എൻ്റെ ഭാഗം. അല്ലാത്തവർ കെട്ടിക്കേറി എങ്ങോട്ടെങ്കിലും പോവുക. നമ്മുടെ നിയമങ്ങളെയും നമ്മുടെ നിയമത്തിലെ നിയമപാലകർ പറയുന്നതും അനുസരിക്കാൻ പറ്റാത്തവർ ഈ രാജ്യത്ത് നിൽക്കുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു സംവിധാനമാണ്. നിൽക്കാൻ വേണ്ട, നിങ്ങൾക്ക് വേറെ ജോലി നോക്കി പോവുക, വിട്ടുപോവുക. ഒരുപാട് പേര് വിട്ടുപോകുന്നുണ്ടല്ലോ, കൂട്ടത്തിൽ നിങ്ങളും കയറിപ്പോ. ഇനി അത് പാകിസ്ഥാനിൽ പോകണോ ബംഗ്ലാദേശിൽ പോകണോ എന്നൊന്നും ഞാൻ പറയത്തില്ല. പ്രത്യേകിച്ച് നിങ്ങൾ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന സൗദിയിലേക്കാണ്. താലിബാനിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സാധനം താലിബാനാണ്. ഇങ്ങനെയുള്ള മത തീവ്രവാദികൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് താലിബാൻ സ്വദേശം തന്നെയാണ്. ജസ്റ്റ് ഗോ ദെയർ ആൻഡ് സ്റ്റേ ദെയർ, ഡോണ്ട് ഡിസ്റ്റേബ് അസ് എന്ന് എനിക്ക് പറയാനുള്ളൂ. വഖഫ് ബോർഡ്, എൻ്റെ പേര് എടുത്ത് പറയാമോ? ഹുസൈൻ. വഖഫ് ബോർഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഗവൺമെൻറ് തലങ്ങളിൽ നിന്ന് തന്നെ ഈ ഇസ്ലാം മതവിഭാഗത്തിലുള്ള ആൾക്കാർ കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പോയാൽ ആ കുട്ടികൾക്ക് ഫുഡും അവരുടെ സംവിധാനങ്ങളും ഏർപ്പാടാക്കി കൊടുക്കാൻ ഗവൺമെൻറ് തലങ്ങളിൽ നിന്നുള്ള ഒരു സപ്പോർട്ടീവ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നിലനിൽക്കുന്നു. ഇതിന് കാരണക്കാരായത് കോൺഗ്രസ് ഗവൺമെൻറ് ഇരുന്നപ്പോൾ ഷാബാനു മെനക്കെട്ട് കൊണ്ടുവന്നൊരു നിയമത്തിനെ അവരുടേതായ രീതിയിൽ വക്രീകരിച്ച് അതും കൂടെ ഗവൺമെൻറ് തലയിലേക്ക് കൊണ്ടുവയ്ക്കുന്ന രീതി ഉണ്ടായിരുന്നു. പകരം അതായത് ഇവരിനി ഇതിനകത്ത് കുറേ എക്സ്പ്ലനേഷൻ കൊണ്ടുവരും. വഖഫ് ബോർഡ് ഇങ്ങനെയല്ല, വഖഫ് ബോർഡ് മാങ്ങയാണ്, വഖഫ് ബോർഡ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നവരടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, എന്തിനാണ് ഈ വഖഫ് ബോർഡ് എന്നൊരു സംവിധാനം തന്നെ ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ മതബോധത്തിൽ, നിങ്ങളുടെ മതത്തിൽ പറയുന്ന കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾ മത പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ അവർ ഈ രീതിയിലുള്ളൊരു അട്രോസിറ്റി കാണിക്കുമോ ഇല്ലയോ? ആദ്യത്തെ ഭാര്യയുടെ സമ്മതത്തോടു കൂടി അടുത്ത ഭാര്യയെ വിവാഹം കഴിക്കുക എന്നൊരു ടേമിൽ തന്നെ കാര്യം വ്യക്തമാണ്. ആദ്യത്തെ ഭാര്യ സമ്മതിച്ചാൽ ഒരു വീട്ടിൽ തന്നെ താമസിച്ചുകൂടെ? 2 വീടിൻ്റെ ആവശ്യം പോലും ഇല്ല. ആദ്യത്തെ ഭാര്യയുടെ പെർമിഷനോടെയല്ലേ വരുന്നത്. ആദ്യത്തെ ഭാര്യയെ ഫിസിക്കലി ഫിറ്റ് അല്ല, അതായത് സെക്ഷൽ നീഡ് തീർത്തു കൊടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതാണിനും ചെയ്യാം, പെണ്ണിനും ചെയ്യാം. ഇയാളെ കൊണ്ട് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ പെണ്ണിനില്ല എങ്കിൽ ഫസഹ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. കലയെന്നാ കണ്ട പറയും. അതുകൊണ്ട് നിനക്ക് എന്നെ ഇതുപോലെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനുള്ള അവസരമില്ലാത്തത് കൊണ്ട് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണിന് ഫസഹ് ചെയ്യാം. ഇതേ സംവിധാനം ആണുങ്ങൾക്കുമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, കുഞ്ഞുങ്ങളുടെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അവളുടെ സമ്മതപത്രം വേണം. ജമാഅത്തുകാർ അതിന് മുൻകൈ എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ആ സമ്മതപത്രം കൊണ്ടുവന്ന് തന്നാൽ അടുത്ത വിവാഹത്തിന് അവർ സമ്മതം വാങ്ങിച്ചു തരും. 1 അല്ല 4 ഘട്ടം, 1 2 4 ഘട്ടം. നിങ്ങൾക്ക് 4 ഘട്ടാനുള്ള പെർമിഷൻ നിങ്ങളുടെ മതം തരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ആദ്യത്തെ ഭാര്യയെ പറ്റിക്കാനും ആദ്യത്തെ ഭാര്യയെ ഉപേക്ഷിക്കാനും പറയുന്നില്ല. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് ആ കുട്ടികൾക്ക്, നിങ്ങൾ ഉണ്ടാക്കിയ തന്തയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ചെലവിന് കൊടുക്കണമെന്ന് പറയുന്നത് തെറ്റായൊരു നടപടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിവാഹ നിയമം വരേണ്ട ഒരു അനിവാര്യ ഘട്ടമുണ്ട്. മറ്റു മതവിഭാഗം, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയിൽ ഭാര്യ ജീവിച്ചിരിക്കെ മറ്റൊരു സ്ത്രീയുമായിട്ട് ഇതുപോലൊരു ഇതുണ്ടെന്ന് ഭാര്യ കണ്ടെത്തുകയാണെങ്കിൽ ബൈഗമി കൊടുക്കാൻ പറ്റും. ഈ ബൈഗമി എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ഒഫൻസാണ്. തീർച്ചയായിട്ടും അകത്ത് പോകും, ജാമ്യമൊന്നും കിട്ടത്തില്ല. അമ്മാതിരി ഒരു സാധനമാണ്. അപ്പം അത് ക്രിസ്ത്യാനികൾക്ക് ചെയ്യണം, ഹിന്ദുക്കൾക്കും ഇതെങ്ങനെ തന്നെ. രണ്ടാമതൊരു ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞ പ്രശ്നം, അവരെ ദൈവങ്ങളൊക്കെ 4-5 കെട്ടിയിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇന്ത്യൻ നിയമപ്രകാരം 2 പേരെ വെച്ചിരിക്കുന്നത് തെറ്റായ ഒരു നിയമ നടപടിയാണ്. അപ്പോൾ ഇത് എത്ര ഫണ്ട് കിട്ടി? അർഷാദ് SF ഇതുവരെ തന്നില്ലടേ. ആ തരാൻ ആരെങ്കിലും തരുമെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കാൻ തയ്യാറാണ്. അത് മുണിയാണ്ടികൾക്കെതിരെ നല്ല ആർക്കെതിരെ പറയാനും ഫണ്ട് തന്നാൽ ഞാൻ പറഞ്ഞോളാം. ഓക്കെ, അതിലെത്ര വേദനിക്കേണ്ടല്ലോ. പറഞ്ഞാൽ എന്തെങ്കിലും ഖണ്ഡനം ഉണ്ടെങ്കിൽ പറ. ഫണ്ടിൻ്റെ കേസ് അവിടെ നിൽക്കട്ടെ. നിന്റെയൊക്കെ കുടുംബത്തിൽ തന്തയില്ലാത്ത മക്കളെ വളർത്താൻ വഖഫ് ബോർഡിൽ പൈസ എന്തിനാണ് ഞങ്ങൾ കൊടുക്കുന്നത്? ഞങ്ങളുടെ ടാക്സ് പേയ്മെൻറ്റിൽ നിന്ന് വഖഫ് ബോർഡിലേക്ക് പൈസ ഞങ്ങൾ എന്തിനു കൊടുക്കണം? നീയൊക്കെ ഉണ്ടാക്കിയിടുന്ന തന്തയില്ലാത്ത കൊച്ചുങ്ങൾക്ക് ഞങ്ങൾ എന്തിനു ചെലവിന് കൊടുക്കണം? ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ അത് എഴുതിയിടും. അല്ല ഫണ്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് പറയേണ്ട കാര്യമില്ല. ആസാമിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ സാധനത്തിന് പൂർണ്ണമായ സംരക്ഷണം പൂർണ്ണമായി പറയണം. പക്ഷേ ഞാൻ ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുകയാണ്. ഇത് കേരളത്തിൽ നടത്തിയൊന്ന് കാണിക്കാമോ? എന്നാൽ നിങ്ങൾക്ക് നട്ടലുണ്ടെന്ന് ഞാൻ പറയും. നിങ്ങൾ അവിടെ ആസാമിലും ഗോണാലും രാജസ്ഥാനിലും ഒന്നും ചെയ്യരുത്, കേരളത്തിൽ നടത്തണം. 26% വരുന്ന ഈ മുണുങ്ങാണ്ടി കൂട്ടങ്ങൾക്ക് മൂക്ക് കയറിടാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എൻ്റെ വോട്ട് നിങ്ങൾക്ക് തന്നെ. തീർച്ചയായിട്ടും അതെ, തർക്കമേ വേണ്ട. എൻ്റെ വോട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. മാർക്ക് മൈ വേർഡ്സ്. ബിക്കോസ് ഏറ്റവും അനിവാര്യമായി
ഈ സൈബർ പോരാളികളായി പെണ്ണുങ്ങളെ അധിക്ഷേപിക്കുന്ന, പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്ന ഈ വംശജരെ ഒതുക്കുക എന്നുള്ളത് എൻ്റെയും കൂടെ ആവശ്യമാണ്. സോ ഐ ആം ഹിയർ. അത് മാത്രമല്ല, എൻ്റെ ഒപ്പമുള്ളവരെയും കൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് വോട്ട് ഞാൻ വാങ്ങിത്തരാം. എൻ്റെ ഓഫറിംഗ് ആണ്. പക്ഷേ ഈ സാധനം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം. മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ഈ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിയർ വിവാഹം കഴിച്ചിട്ട് പെണ്ണുങ്ങളെ കെട്ടി കൊച്ചുണ്ടാക്കി 3-4 കൊച്ചുണ്ടാക്കിയിട്ട് അവൻ അടുത്ത് പോയി കെട്ടുന്നത്. ഇവിടെ ചിലപ്പോൾ ഇവിടെ വെച്ചേക്കും, ഇല്ലാതെ അവർ പോയി കിട്ടും. ഇത്രയ്ക്ക് സാധനം ഉണ്ട് എന്നുള്ളത് തന്നെ അതിൻ്റെ അർത്ഥം. യുവമാർക്ക് സെക്ഷുവൽ എബിലിറ്റി കൂടിയത് കൊണ്ടെന്നുള്ളതല്ല, സെക്ഷുവലി ഈ പ്രോബ്ലം ഉള്ള ഇവന്മാർ തങ്ങൾ സെക്ഷുവലി ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാനാണ് 3-4 കെട്ടുന്നത്. വാസ്തവത്തിൽ ഈ പെണ്ണുങ്ങൾക്ക് അത്യാവശ്യം സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാനും അത് പുറത്തേക്ക് പറയാനുള്ള ധൈര്യവും കൂടെ കൊടുക്കാമെങ്കിൽ ഇവന്മാരുടെ സുനാ കൊണ്ടുള്ള ഇവന്മാരുടെ കളി എന്താണെന്ന് അവളുമാർ പറഞ്ഞു തരും. സ്പൂണിൽ കോരി ഒഴിക്കുന്നതാണെങ്കിൽ കോരി ഒഴിച്ച് കൊച്ചുങ്ങളെ ഉണ്ടാക്കുക എന്നുള്ള കുൽസിതം എന്നതിനപ്പുറം ഇവറ്റകളെ കൊണ്ട് ഒരു പിണ്ണാക്ക് നടക്കാറില്ല എന്നുള്ളത് വസ്തുത. അതവിടെ നിൽക്കട്ടെ. അത് ആ വിഭാഗത്തിലുള്ള ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് വോയിസ് തന്നത് ഒക്കെ എൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ ഇൻഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. ഈ പറയുന്ന ശുന്നത്ത് ഉന്നത്ത് ഇതിനകത്തൊന്നും ഞാൻ പോകുന്നില്ല. പൊതുസമൂഹത്തിൽ നമുക്കൊരു സോഷ്യൽ അവയർനെസ് ഉണ്ടാകും. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുകയാണെങ്കിൽ ഈ സൊസൈറ്റിയിലുള്ള എല്ലാവരും പാലിക്കപ്പെടുന്ന നിയമങ്ങൾ ഒരു വിഭാഗം ജനങ്ങൾ അവരുടെ മതബോധവും വെച്ചിട്ട് അല്ലെങ്കിൽ മതത്തിൻ്റെ സിവിൽ നിയമം വെച്ചിട്ട് പാലിക്കാതിരിക്കുകയും ബാക്കിയുള്ളവർ നിർബന്ധവശാൽ അതൊക്കെ അനുസരിക്കേണ്ടി വരികയും ചെയ്യുന്നത് ക്രൈമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. എക്സാമ്പിൾ, നമ്മുടെ വീട്ടിൽ 3 മക്കളുണ്ടെന്ന് വയ്ക്കാം. നമ്മൾ ആ 3 മക്കളെ 3 മതങ്ങളായി കൺസിഡർ ചെയ്യുന്നു: ഇസ്ലാം, ഹിന്ദു, ക്രിസ്ത്യൻ. ഒരു മകന് മാത്രം പ്രിവിലേജ്, 4-40 കിട്ടാം, എങ്ങനെ വേണോ ജീവിക്കാം, നോ ഇഷ്യൂസ്. ഇസ്ലാം നിയമം കാണിച്ചാൽ മതി, മറ്റവർക്ക് അത് പറ്റൂല. ഒരേ നിയമം, ഒരേ ഫുഡ്, ഒരേ ടാക്സ്, എവറിത്തിങ് സിമിലർ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ തർക്കബുദ്ധിയോടുകൂടി അവരുടെ മതബോധം വെച്ച് അവർ മാറ്റിവെക്കുന്നു. നിങ്ങളാണെങ്കിൽ ഒപ്പോസ് ചെയ്യണമോ ഇല്ലയോ? സ്വാഭാവികമായി മറ്റുള്ളവർക്ക് ഒപ്പോസിഷൻ ഉണ്ടാകും. അപ്പം അതിന് നല്ലൊരു ഭരണാധികാരി ചെയ്യേണ്ടത് ഈക്വലായിട്ട് കൺസിഡർ ചെയ്യണം. ഇക്വാലിസം വേണമെന്ന് നിലവിളിക്കുന്നതിന് ഇപ്പം ഇക്വാലിസം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും കൂടെ വേണം. അതാണ് ഞാൻ പറഞ്ഞത്. വിവാഹ നിയമം തിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇസ്ലാമിയർക്കിടയിൽ. ഇപ്പോൾ കാരക്ക മണ്ഡപത്തിൽ നടന്ന വിഷയം എന്നെ അതിശയപ്പെടുത്തിയത്, 2ാമത്തെ ഭാര്യയുടെ പ്രസവം എടുക്കാൻ ആദ്യത്തെ ഭാര്യ തള്ളിക്കൊണ്ട് വരിക. ഒരു കാരണവശാലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സാധനമല്ല ഈ പെണ്ണുമ്പിള്ളയുടെ 3 കുട്ടികളും അവളുടെ ഇപ്പോഴത്തെ പ്രസവവും. അതിനെ കൊല്ലുകയാണ് ചെയ്തത്. കൊന്നതാരെന്ന് വെച്ചാൽ കെട്ടിയവനും ചേർന്നിട്ടുണ്ട്, മോളും ചേർന്നിട്ടുണ്ട്, ആദ്യ ഭാര്യയും ചേർന്നിട്ടുണ്ട്. 2-3 കൂടെ ചേർന്ന് കൊന്നു. അവനത് നിസ്സാരവൽക്കരിച്ചു. 3 സിസേറിയൻ കഴിഞ്ഞ ഒരു സ്ത്രീയെ വീട്ടിൽ പ്രസവിക്കാൻ നിർബന്ധിക്കുന്നിടത്ത് തന്നെ അവനത് ബോധമില്ല എന്നുള്ളതൊന്നുമല്ല, അവനും അത് സമ്മതിച്ചു കൊടുക്കണം. കാരണം ഇതും കൂടെ ചത്താലല്ലേ, മറ്റവൾ എന്തായാലും ഉണ്ട്, തൽക്കാലം നമുക്ക് വർക്കൗട്ടിന് അവിടെ ആളുണ്ട്. ഇനി അത് ഓൾറെഡി പെർമിഷൻ തന്നുകൊണ്ടാണല്ലോ ഈ ഒരു സാധനത്തിനെ കൊണ്ടുവന്നത്. ഇനിയും വീണ്ടും കെട്ടാൻ അവൾ പെർമിഷനും കൊടുക്കും. അതായത് ഈ മതം കൊണ്ട്, ഇതിൻ്റെ സിവിൽ നിയമം കൊണ്ട് ബെനിഫിറ്റ് അനുഭവിക്കുന്ന ഈ വൾഗർ മെന്റാലിറ്റിയുള്ള കാമഭ്രാന്തന്മാരായ ഇസ്ലാമിക മതവിഭാഗത്തിലെ തീവ്രവാദികൾക്ക് മൂക്കുകയറിടാൻ ആസാമിലല്ല ഈ നിയമം വരേണ്ടത്. ഈ നിയമം ആദ്യം കൊണ്ടുവരേണ്ടത് കേരളത്തിലാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇത് ഇവിടെ കൊണ്ടുവരാൻ നമ്മുടെ പിണറായി വിജയൻ സമ്മതിക്കൂല. കാരണം അദ്ദേഹം പോലും അങ്ങനെ ഒരു അടിമയെ സ്പോൺസർ ചെയ്തിട്ട് നിൽക്കുകയാണ്. അതായത് ഒരു വീട്ടിലെ അത്രയും കാര്യശേഷിയുള്ള മകളെ അടിമയാക്കി ഒരാൾക്ക് കൊടുത്തിട്ട് നിൽക്കുന്ന അദ്ദേഹം ഒന്നും മിണ്ടത്തില്ല. സ്വന്തം മകളെ വേശ്യ എന്ന് വിളിച്ച് പൊതുവേദിയിൽ പറഞ്ഞ ഒരു വിഷയത്തിന് മാപ്പ് പറഞ്ഞുടനെ ഗേപ്പാക്കി കളഞ്ഞ ഒരു മഹാവ്യക്തിത്വമുണ്ട്. എങ്ങനെ പോയാലും കസേരയിൽ നിറങ്ങരുത്. കസേര വിട്ട് എഴുന്നേക്ക് പോലും ഇല്ല. ആരെങ്കിലും എടുത്തോണ്ട് ഓടിയല്ല കസേര ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഒരു വീക്ക്നെസ് ആണ് വെച്ചുകൊടുക്കുക. ഒരു പ്രായം വരെ ഓക്കെ, എനിക്കിതൊന്നും വേണ്ട. നിങ്ങളത് ശ്രദ്ധിക്കണമെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. നമ്മളെയൊക്കെ എൻ്റെ അടി മിണ്ടിയായ കസേര എടുത്ത് മാറ്റി വയ്ക്കുമായിരുന്നു. എനിക്കൊക്കെ വേണ്ട ഈ കസേര, ഞാൻ പോണെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് മാറ്റി വയ്ക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, അള്ളു പിടിച്ചാണ് കയറിയിരിക്കുക. ഇനിയിപ്പോൾ മോൻ BJP ആയാലും കുഴപ്പമില്ല, മോൻ്റെ പേര് എന്ത് അലിഗേഷൻ വന്നാലും കുഴപ്പമില്ല. ഭാര്യ അതുപോലെ അവിടെ വന്നിട്ട് പപ്പടം കാച്ചി തിന്നുന്നുണ്ട്. എന്തോ അതിൻ്റെ പേര്, നമ്മുടെ പത്രം കലക്കി കുടിക്കുന്നുണ്ട്. അതിൻ്റെ പേര് മറന്നുപോയി. വാട്ട് ഇറ്റ് കോൾസ്, അതങ്ങ് പോട്ട്. ആലപ്പുഴയിലുള്ള സാധനത്തിൻ്റെ പേരെന്താണ്? റാനാസ് വേൾഡ് റൗണ്ട്. ഒരുത്തൻ അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ എല്ലാവരും അങ്ങനെ ആവില്ല. പക്ഷേ നമ്മളൊരു തക്കാളി പാക്കറ്റ് കൊണ്ടുവന്നു, അതിൽ 5 തക്കാളി ചീഞ്ഞതാണെങ്കിൽ മൊത്തം തക്കാളി നാറും. ആ 5 ചീനേനെ എടുത്ത് മാറ്റി വെക്കാൻ തക്കാളി കടക്കാരൻ തയ്യാറായിട്ടില്ല. ആ ഇരിക്കുന്ന ഇതും കൂടെ ചീഞ്ഞ് നാറും. ഉള്ളതും കൂടെ ചെയ്യും, കൂടെ ഉള്ളതും കൂടെ ചെയ്യും. അനുബന്ധമായി ചീയൽ വരിക സ്വാഭാവികമാണ്. അപ്പോൾ 5 തക്കാളിയെ എടുത്ത് മാറ്റി വെക്കാനാണ് ഞാൻ പറയുന്നത്. വാട്ട് ഐ സെഡ്, 5 തക്കാളി റിമൂവൽ. ഒന്നും കൂടെ പറയണോ? ട്രാൻസ്മിഷൻ അൺസ്റ്റേബിളായി കാണിക്കുന്നതുകൊണ്ടുള്ള ചോദ്യമാണ്. ഒന്നും കൂടെ പറയണം. ഒന്നും കൂടെ പറയാം.
ഒരു കൂടെ നിറച്ച് തക്കാളി വാങ്ങിച്ചുകൊണ്ട് വരും തക്കാളി കടക്കാരൻ. അതിൽ 5 എണ്ണം കേടുവന്നതാണ്. തക്കാളി കടക്കാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു 5 എണ്ണം കേടാണെന്ന്. തക്കാളി കടക്കാരൻ ആ 5 എണ്ണം എടുത്ത് നീക്കി വെച്ചിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള തക്കാളിയും കൂടെ കേടുവന്ന് പോകും. മൊത്തം ചീന തക്കാളിയാണ് അയാൾ വിൽക്കുന്നതെന്ന് പൊതുജനവും വിചാരിക്കും. അയാളുടെ ബിസിനസ്സും തീരും. അയാൾക്ക് അതുകൊണ്ട് വിറ്റ് ഉപജീവനം പോലും എടുക്കാനൊക്കത്തില്ല. ഇയാൾ അടുത്ത് വരുമ്പോൾ തന്നെ നാട്ടുകാർ പറയും നേറിയ തക്കാളിയും കൊണ്ടുവരുന്ന തക്കാളി കടക്കാരാ എന്ന് പറയും. തക്കാളിയെ ഇസ്ലാം മത വിഭാഗത്തിലുള്ള ആണുങ്ങളായും കൂട്ടാം, ഈ തക്കാളി കടക്കാരനെ അതിലെ പണ്ഡിത വിഭാഗമായിട്ടും കൂട്ടാം, ആ മൊത്ത സിനാരിയോയെ ഇസ്ലാം മതവുമായിട്ട് കൂട്ടാം. ഓക്കെ അല്ലേ? യെസ്, UCC വരിക തന്നെ വേണം. ഏത് പാർട്ടി നടപ്പിലാക്കിയാലും സപ്പോർട്ട്. ഞാനും ഇത് തന്നെ പറഞ്ഞു. അത് ഏത് പാർട്ടി നടപ്പിലാക്കിയാലും എൻ്റെ കട്ട സപ്പോർട്ട് ഉണ്ടാവും. കാരണം സാമൂഹിക അസമത്വങ്ങളിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇസ്ലാം മതവിഭാഗത്തിലെ ഈ 2 ഭാര്യ എന്ന സിസ്റ്റമാണ്. അടിമത്തികൾ ഒന്നും ഇതിനെതിരെ മിണ്ടാതിരിക്കുക. ക്രിമിനൽ നിയമങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ. ഇതിനെ എതിർക്കുന്നവർ മതസമുദായങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ വ്യത്യസ്തത അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു തലമാണ് എക്സ്പ്ലനേഷൻ തരുന്നത്. ക്രിമിനൽ നിയമം അനുസരിച്ചിട്ട് ഇവരുടെ മതനിയമത്തിൽ ക്രിമിനൽ നിയമം എന്ന് പറയുന്നത് കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, പല്ലിന് പല്ല്, കാലിന് കരട, അങ്ങനെയാണ്. നിന്റെ കൈ ആരെങ്കിലും തല്ലി ഓടിച്ചാൽ അവൻ്റെയും കൈ തല്ലി ഓടിക്കാനാണ് പറയുന്നത് കുത്താബ്. അതനുസരിച്ച് ചെയ്യണം. ഇസ്ലാം നിയമത്തിൽ ക്രിമിനൽ നിയമം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അവർക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ സിവിൽ നിയമത്തിന് എന്തുകൊണ്ട് പറ്റത്തില്ല? ഞങ്ങളെ മതം അനുസരിച്ച് ജീവിക്കുകയുള്ളെങ്കിൽ ക്രിമിനൽ നിയമവും നിങ്ങളെ മതാചാര പ്രകാരമാക്കണമെന്നാണ് എൻ്റെ നിർബന്ധം. തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെന്ന്. നീ ഒരാളെ കൊന്നാൽ നിന്നെ കൊന്നു കളയുക എന്നുള്ളതാണ് ഞങ്ങൾക്കും ഇഷ്ടം. പിന്നെ റേപ്പ് എന്നൊരു സംഗതി നിരന്തരം നടക്കും. കാരണം ഇസ്ലാമിൽ റേപ്പിന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. റേപ്പ് ചെയ്യപ്പെട്ട പെണ്ണിനെ ഒരുപാട് രീതിയിൽ ടോർച്ചർ ചെയ്യപ്പെടുകയും അതിനെതിരെ ഇതുവരെ ഒരു പെണ്ണിനെ ശിക്ഷിക്കുകയും ഒരാണിനെ ശിക്ഷിച്ചതുമായി ചരിത്രമില്ല. റേപ്പ് ചെയ്യപ്പെട്ട ഒരു കുട്ടി മരിച്ചാൽ ചിലപ്പോൾ അവനെ കൊല്ലും. അതെന്തിനെന്ന് പറയുക? റേപ്പ് ചെയ്തതുകൊണ്ടല്ല, കുഞ്ഞ് മരിച്ചതുകൊണ്ടാണ്. കൊച്ചു മരിച്ചാൽ കൊന്നുകളയും. അത് റേപ്പ് ചെയ്യപ്പെട്ട പെണ്ണാണെങ്കിലും മരിച്ചാൽ കൊന്നുകളയും. ഒരാളെ കൊന്നാൽ കൊന്നുകളയും. അല്ലാതെ റേപ്പിന് ഇസ്ലാമിൽ ഒരു സുനായും ഇല്ല. അപ്പോൾ ഈ പറയുന്ന ക്രിമിനൽ നിയമം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ സിവിൽ നിയമം കൂടെ നിങ്ങൾ അംഗീകരിക്കട്ടെ. അതല്ലേ ശരി? ഞങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കണം. ഞങ്ങളുടെ ടാക്സ് പേയ്മെൻറ്റ് രാജ്യത്തിൻ്റെ നന്മയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. നിങ്ങളുടെ തന്തയില്ലാത്ത മക്കൾക്ക് കൊടുക്കാനല്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് ടാക്സ് കൊടുക്കുന്നത്. ഞങ്ങളുടെ ടാക്സ് പേയ്മെൻറ്റ് ഞങ്ങളുടെ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സെക്യൂറായ ഒരു രാജ്യമുണ്ടാക്കാനുമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ആ പേയ്മെൻറ്റ് വഖഫ് ബോർഡിൽ കൂടെ ചേർന്ന് നിങ്ങൾ എടുത്ത് വെച്ച് അർമാദിക്കുന്നത് ഒരു കാരണവശാലും സമ്മതിക്കാവുന്നതില്ല. AK ആന്റണിയുടെ കൃപാസനം, അതെ, കൃപാസനം പത്രത്തിന്റെ കേസ് വന്നവർക്ക് പോലും AK ആന്റണി പറഞ്ഞു ഈ കസേര ഞാൻ എഴുന്നേറ്റ ഇത് എടുത്തുകൊണ്ട് ഓടിക്കളയും, ചമ്മയിക്കൂല എന്ന് പറഞ്ഞത് AK ആന്റണിയാണ്. അതേ ഒരു സിനാരിയോ തന്നെയാണ് പിണറായി വിജയനും കാണിക്കുന്നത്. അങ്ങേരെ കൊന്നാലും കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ് ആ കസേരയ്ക്കകത്ത്. ഇനി ഈ മേത്തന്മാർ അങ്ങേരെ എടുത്തിട്ട് എറുമതിച്ചാലും കുഴപ്പമില്ല, സുന്നത്ത് കല്യാണം ചെയ്താൽ പോലും കുഴപ്പമില്ല എന്ന് അങ്ങേര് പറയും. കാരണം കസേര മുഖ്യം ബിഗിലെ, കസേര വിട്ടൊരു കളിയില്ല. സ്വത്ത് നിയമത്തിന് വേണ്ടിയിട്ട് അവിടെ വിറ്റ് ചോദിക്കുമ്പോഴത്തേക്ക് അവിടെയുള്ള ആണുങ്ങളെ വിളിച്ച് അനുവാദം ചോദിച്ച മാനാണ് PV, അതായത് പിണറായി വിജയൻ. അതേസമയം നിർബന്ധമായും പറയേണ്ട ഒരു കാര്യം, ഈ ഒരു വിഷയത്തിൽ ഇനിയും ആമാന്തിക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള വ്യത്യസ്തത പറഞ്ഞുതരാം. നമ്മളുടെ നിയമം അനുസരിച്ചിട്ട് തുല്യതയാണ്. ആൺ പെൺ വ്യത്യാസം പാടില്ല. ജാതി വർഗ വർണ്ണ വിവേചനം പാടില്ല എന്ന് പറയുന്ന ഭരണഘടനയിൽ ഇസ്ലാം മതത്തിൽ 2 സാക്ഷിമൊഴികളാണ് ഒരു സാക്ഷിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. പെണ്ണിന് 1/3 ഭാഗമാണ് സ്വത്ത് കൊടുക്കുക. ഇനി പെൺമക്കൾ മാത്രമുള്ള കുടുംബത്തിലാണെങ്കിൽ അവന്മാർക്ക് സ്വത്തുമില്ല, അത് അനിയച്ചാർക്ക് കൊടുക്കും. അതായത് അച്ഛൻ്റെ അനിയനെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷനാണ് ഇവരുടെ സ്വത്തവകാശ സിനാരിയോ. ചില കുടുംബങ്ങളിൽ മാത്രം വിവാഹത്തോടുകൂടി സ്ത്രീധനമായ ഒരു എമൗണ്ട് കൊടുക്കുന്നത് കൊണ്ട് പെൺകുട്ടികൾക്ക് ഒരു താലിയായിട്ട് കിട്ടും. പക്ഷെ അപ്പോഴും ഈ പറയുന്ന ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമമുള്ളിടത്ത് എങ്ങനെയാണ് വിവാഹത്തിൽ അത്രയും എമൗണ്ട് നമുക്ക് വാങ്ങിക്കാൻ കഴിയുക? അസമത്വം ഇവിടെ നിലനിൽക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിർബന്ധമായും നിർത്തലാക്കപ്പെടേണ്ടത് ഇസ്ലാമിലെ സ്വത്ത് വിഭജന രീതിയാണ്. സ്വത്ത് വിഭജന രീതി നിർത്തലാക്കിയാൽ മാത്രമേ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സ്ത്രീധനം എന്ന രീതി ഇസ്ലാമിയർക്ക് നിർത്തലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ മതത്തിലുള്ള പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും സ്ത്രീധന നിരോധനം എന്ന സാധനം. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ പറയാം. സ്ത്രീധനം നിരോധിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. ഇസ്ലാം മതവിഭാഗത്തിൽ സ്ത്രീധനത്തോടു കൂടി കിട്ടുന്ന എമൗണ്ട് അല്ലാതെ ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ സ്വത്തിൽ അവർക്ക് 1/3% മാത്രമേ കിട്ടാൻ നിയമമുള്ളൂ. ഇസ്ലാം സിവിൽ നിയമം അങ്ങനെയാണ്. നിയമം അങ്ങനെ നിലനിൽക്കുമ്പോൾ അവർക്ക് ഈക്വലായി ഈ സാധനം കിട്ടാനുള്ള ഒരേ ഒരു സൊല്യൂഷൻ വിവാഹത്തോടു കൂടി അവർക്ക് കിട്ടുന്ന ഇനാമാണ്. അപ്പോൾ സ്ത്രീധന നിരോധനം ഇവിടെ നിലവിൽ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് സ്ത്രീധനം കൊടുക്കണ്ട എന്ന് മാതാപിതാക്കൾ വിചാരിച്ചാൽ ആ കുട്ടികൾ അസമത്വത്തിലല്ലേ പോകുന്നത്? ഇതാണ് ചോദ്യം. മനസ്സിലായില്ല?
എല്ലാ മതത്തിലും ഉണ്ടാവും നല്ല സ്വഭാവമുള്ളവരും ചീത്ത സ്വഭാവമുള്ളവരും ഉണ്ടാകുമല്ലോ. അത് ഖണ്ഡിക്കാൻ ആളുണ്ടല്ലോ. സവാദ് ബസ്സിൽ കയറിയിരുന്ന് വാണമടിച്ചു. ആരാണ് സപ്പോർട്ട് ചെയ്തത്? അതേ ആഴ്ചയിൽ തന്നെ 2 എണ്ണം വീണ്ടും പിടിച്ചു. ഒരു ക്രിസ്തീയ വിഭാഗത്തിലുള്ള ഒരുത്തർ റോഡിൽ നിന്നുകൊണ്ട് ഒരു പെണ്ണിനെ നോക്കി വാണം പിടിച്ചു. പോലീസ് പൊക്കിക്കൊണ്ടുപോയി. ഒരു ക്രിസ്ത്യനെ പോലും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവൻ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടതായി ഞാൻ കണ്ടില്ല. ജംഷീർ എന്ന വ്യക്തി എന്നെ ഇപ്പോഴും ആക്രമിക്കുന്നത് സവാദ് വിഷയത്തിൽ ഞാൻ സവാദിനെതിരെ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. എൻ്റെ കുടുംബം, എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മച്ചി, എൻ്റെ കൂട്ടുകുടുംബം, എൻ്റെ തുണിയില്ലാത്ത ഫോട്ടോ വരെ പബ്ലിസിറ്റി ആക്കുന്നത് ജംഷീർ ഞാൻ സവാദിനെ എതിർത്തു എന്നുള്ളത് കൊണ്ടാണ്. ഇതേ സാധനം ഈ പറയുന്ന ക്രിസ്ത്യാനിയെ ഞാൻ പറഞ്ഞു. അതേ സാധനം തന്നെ ബസ്സിലിരുന്നു കൊണ്ട് ഒരു BJP പ്രവർത്തകൻ വീണമടിച്ചു. പെങ്കൊച്ച് ഫേസ് ഒന്നും കാണിക്കാതെ അതെടുത്ത് പോസ്റ്റ് ചെയ്തു. അവനെയും പോലീസ് പൊക്കി. ഏതെങ്കിലും BJP പ്രവർത്തകർ വന്നിട്ട് അല്ലെങ്കിൽ ഒരു ഹിന്ദു മത വിശ്വാസിയായ ഒരുത്തൻ വന്നിട്ട് അവൻ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ഒരു പോക്സോ കേസിൽ ഹിന്ദുമത വിഭാഗത്തിലുള്ള ഒരുത്തനെ വെറുതെ വിട്ടു. ഏതെങ്കിലും ഹിന്ദുക്കൾ വന്നിട്ട് അത് ശരിയാണെന്ന് പറഞ്ഞു? എനിക്കൊന്ന് മെജോറിറ്റി ഹിന്ദുക്കളാണ് അവനെ കിട്ടിയ തല്ലി പൊട്ടിക്കുമെന്ന് പറഞ്ഞത്. അതേസമയം അതൊരു ഇസ്ലാം ആയിരുന്നെങ്കിൽ 100 വല്യാപ്പന്മാർ വരുമായിരുന്നു. പണ്ഡിതന്മാർ ഇതുപോലെ കുട്ടികളെ റേപ്പ് ചെയ്യുക, ഗൊദാഭോഗം നടത്തി കഴിഞ്ഞാലും ഉടനെ പറയും ഞങ്ങളുടെ ആളുകൾക്ക് പ്രശ്നമാണ്, കൊച്ചിനെ നീങ്ങിയിരിക്കാൻ പറഞ്ഞു, അതുകൊണ്ടാന്ന് പറയും. എല്ലാം പോട്ടെ. പെൺകുട്ടികൾ കരാട്ടെ എന്തിനാണ് പഠിക്കുന്നത്? സെൽഫ് പ്രൊട്ടക്ഷനാണ്. കരോട്ട പഠിച്ച ഒരു പെൺകുട്ടി സ്വന്തം തുണി ഊരി വലിച്ചിറങ്ങി സൂയിസൈഡ് ചെയ്താൽ എങ്കിൽ അതിനകത്തുണ്ട് അതിൽ പെൺകുട്ടികൾക്കുള്ള ഫ്രസ്ട്രേഷൻ. അവർക്ക് ഇതുപോലെ രീതിയിൽ സെക്ഷൽ അബ്യൂസ് ഉണ്ടായപ്പോൾ പോലും സപ്പോർട്ട് ചെയ്യാത്ത ഒരു കുടുംബവും അതേപോലുള്ള കുറേ ആൾക്കാരും കൂടെ ചേർന്ന് അവളെ ഇൻസൾട്ട് ചെയ്യുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അവളുടെ പ്രതിഷേധമാണ് തുണി ഊരി വലിച്ചെറിഞ്ഞിട്ട് അവളങ്ങ് സൂയിസൈഡ് ചെയ്തത്, കൊണ്ടുപോയി തിന്നോടാന്ന് പറഞ്ഞു. ഇത് ചെയ്യുന്നത് മറ്റൊരു മതവിഭാഗത്തിലെ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും അനുഭവം? ഇന്ന് ഞാൻ അയാളുടെ കരോട്ട മാസ്റ്ററുടെ പെണ്ണുമ്പിള്ളയുടെ വീഡിയോ കണ്ടു. അയ്യോ, അത് മുൻപ് ഇതുപോലൊരു പോക്സോ കേസ് ഉണ്ടായിട്ടുണ്ട്. അത് അയാളുടെ ശത്രുക്കൾ ആരോ കൊടുത്തതാ. ഇങ്ങനെ മടച്ചികളുണ്ടല്ലോ. അടിമ നമ്പർ 1 ഇരുന്നുകൊണ്ട് പറയുകയാണ്, അയ്യോ അത് അദ്ദേഹത്തിന് ആരോ ശത്രു ഉള്ളത് കൊണ്ട് അവർ കൊടുത്ത കള്ളക്കേസാണെന്ന്. പോക്സോ കേസ് ശരിയായിക്കോട്ടെ, നമ്മളത് വിശ്വസിച്ചു. അതേ പോക്സോ കേസ് നിലനിൽക്കുമ്പോൾ വീണ്ടും ഈ പെൺകുട്ടി അകത്തായി. ഈ പെൺകുട്ടി മരിച്ചു, വീണ്ടും മാപ്പിള അകത്തായി. അത് പോരാതെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടി പറയുന്നു, എൻ്റെ ശരീരത്തിൽ ഇനി ഒരു ഭാഗവും മിച്ചയില്ല എൻ്റെ ഈ ഉസ്താദ് പിടിക്കാൻ. ഇത് പറയുന്നത് അയാളുടെ തന്നെ ശിക്ഷയാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതിനാരാ സപ്പോർട്ട് ചെയ്യണേ? ആ പെൺകുട്ടിയും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും, അഡ്ജസ്റ്റ്, സോൾവ് ഇറ്റ്, മിണ്ടാതിരിക്കൂ എന്ന് പറയണത് ആരാണ്? അടിമകളാണ്. ആദ്യം ഇവളുമാരുടെ അടിമത്വം ഇല്ലാതാക്കാൻ ഇവളുമാർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം. എഡ്യൂക്കേഷനുള്ള കുടുംബത്തിലൊന്നും ഈ പ്രശ്നം ഉണ്ടാവത്തില്ല. അതല്ലാത്തടത്ത് ഇതുപോലത്തെ പ്രോബ്ലംസ് ഉണ്ടാവും. ഈവൻ ഇഫ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ പോലും പെൺകുട്ടികൾ മാറി ചിന്തിക്കാറില്ല. ഇന്ത്യക്കൊക്കെ ചാപ്പാട് കൊണ്ടുതരും, ഞാനത് കഴിച്ച് മിണ്ടാണ്ട് കുത്തിയിരിക്കും, എനിക്ക് സ്വയം പര്യാപ്തതയുടെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് മാപ്പിളയില്ലാത്തതിൻ്റെ സോക്കേടാണ് നിങ്ങൾ എന്നെ ഉപദേശിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. അവിടെ ഉണ്ട്. ഭർത്താവില്ലാത്ത ഒരുത്തനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. സപ്പോസ് നമ്മളത് കണ്ടിട്ട് പറയുന്നു ചെയ്യരുത്, അന്യായമാണ്, ദ്രോഹമാണ്, ചെയ്യരുത്. അയാൾക്ക് മറ്റൊരു ഭാര്യയുണ്ട്, ചെയ്യരുത് എന്ന് നമ്മൾ പറയുമ്പോൾ നിനക്ക് ഫ്രസ്ട്രേഷനാണ്, നിനക്ക് ഭർത്താവില്ലാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണ് എന്ന് എന്നോട് പറയുകയാണ് ഈ പെൺകുട്ടി എന്തുകൊണ്ട് മറ്റൊരുത്തിയുടെ ഭർത്താവിനെ കല്യാണം കഴിച്ചു? ചോദ്യം. അവൾക്ക് ഭർത്താവില്ലാത്തതുകൊണ്ട്. ഞാൻ വീണ്ടും ചോദിച്ചു, എന്തിനാണ് നീ മറ്റൊരുത്തിയുടെ ഭർത്താവിനെ സ്വന്തമാക്കി വെച്ചിരിക്കുന്നത്? എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം പൊതുസമൂഹത്തിൽ ഭർത്താവില്ലാതെ ജീവിക്കുന്നവർക്ക് മോശപ്പെട്ട ഒരു പേരാണ് ഉണ്ടാവുക. ഇത് പറഞ്ഞ സ്ത്രീ തന്നെയാണ് എനിക്ക് ഭർത്താവില്ല എന്നും എനിക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണെന്നും പറയണം. അപ്പോൾ ആരാണ് ഇത് പറയുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് അത്. അതായത് സ്വന്തമായിട്ട് ഇങ്ങനെയൊരു ചിന്താഗതി തലയിലുള്ളത് കൊണ്ടാണ് മറ്റുള്ളവരത് പറയുമോ എന്ന ഭയത്തിൽ മറ്റൊരു പെൺകുട്ടിയുടെ ഭർത്താവിനെ പിടിച്ച് കൂടെ വയ്ക്കുന്നത്. എന്ത് മനസ്സിലായി? ഇനി കാര്യത്തിലേക്ക് വരാം. ഈ വിഷയത്തിൽ നേരത്തെ നടന്നതുപോലെ ഈ പൊളിറ്റിക്കൽ അജണ്ട മാറ്റി നിർത്തിക്കൊണ്ട് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ നമ്മുടെ നാട്ടിൽ ഈ സംവിധാനം കൊണ്ടുവരികയാണെങ്കിൽ ഐ ആം ഗിവിങ് യു പ്രോമിസ് മൈ വോട്ട് വിൽ ബി ഗോസ് ടു BJP. തർക്കിക്കേ വേണ്ട. നിങ്ങൾ ചങ്കി എന്ന് പറഞ്ഞാലും മങ്കി എന്ന് പറഞ്ഞാലും ഒരു ഗുണവുമില്ല. ഒറ്റ കാര്യം, ഈ സാധനം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നിങ്ങളത് സെൻട്രൽ ഇതിൽ ചെയ്യരുത്. ഒരു എക്സ്ക്യൂസും കൂടെ, ഒരു ഹെൽപ്പും കൂടെ വേണം. കേരളത്തിലെ ഇസ്ലാം വിഭാഗത്തിലെ പെൺകുട്ടികൾ വന്ന് പരാതി തന്നാൽ
അത് ഏറ്റെടുക്കാനും അത് കൃത്യമായി നടത്താനും പെണ്ണുങ്ങൾക്കൊരു സംഘടന കൂടെ BJP ലെവലിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ ഒപ്പം ലക്ഷക്കണക്കിന് പെണ്ണുങ്ങളെ ഞാൻ കൊണ്ടുവന്ന് തരാം. കുലസ്ത്രീയല്ല, മതം പറയുകയല്ല, രാഷ്ട്രീയമായ ഒരു അജണ്ടയാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. രാഷ്ട്രീയമാണ് ഈ പറയുന്നത്. ഈ മതവിഭാഗത്തിലെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പീഡനത്തിന് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഈ BJP സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ലക്ഷക്കണക്കിന് പെണ്ണുങ്ങൾ BJPക്കൊപ്പം നിൽക്കുക തന്നെ ചെയ്യും. അന്യായ കോമഡിയാണ് നിങ്ങൾ ഈ പറയുന്നത്. അന്യായ കോമഡി നടക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ആസാമിൽ കൊണ്ടുവന്നുണ്ടാകാതെ കേരളത്തിലേക്ക് കൊണ്ടുവരാം. കേന്ദ്രം ഒരിടം കൊണ്ടുവരാതെ വെറി ബിഗിനിങ് സ്റ്റാർട്ടിങ് ഫ്രം കേരള. അതാണ് പറയുന്നത്. ഇവിടെ 26% ഈ പറയുന്ന ടീമുകൾ. ഇതിലാണ് ഏറ്റവും അധികം തന്തയില്ലാത്ത മക്കളെ വളർത്തുന്ന അമ്മമാരുള്ളത്. അച്ഛനില്ലാത്ത മക്കളെ വളർത്തുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. കണക്കെടുത്ത് നോക്കുക. അപ്പോൾ ഈ വിവാഹ നിയമം നടപ്പിലാക്കേണ്ടത് ഇന്ത്യയിൽ കേരളം എന്ന സംസ്ഥാനത്താണ് ആദ്യം വരേണ്ടത്. അത് നടപ്പിലാക്കിയിട്ട് നിങ്ങൾ ആസാമിൽ പോകുന്നതല്ലേ ശരി. എൻ്റെ സജഷൻ പറഞ്ഞതാണ്. ഇപ്പോഴുള്ള കാലാവസ്ഥയിൽ, അതായത് ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ ഇത് രണ്ടാമത്തെ വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്നത്. കാരക്ക മണ്ഡപം കേസ്, രണ്ടാമത് കരോട്ട മാസ്റ്ററുടെ കേസ്. ഇതിലൊക്കെ ബാധിക്കപ്പെടുന്ന പെൺകുട്ടികളാണ്. ആ സമൂഹത്തിൽ നിന്ന് പെൺകുട്ടികൾക്ക് ആത്മരക്ഷാർത്ഥം അവർ പഠിക്കാൻ പോയ കരോട്ടയിൽ നിന്നുപോലും അവർക്ക് ഇതുപോലുള്ള ഇൻസെക്യൂരിറ്റി അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇവരുടെ മതബോധം കൊണ്ടാണ് ഈ മണുഗുണാഞ്ചന്റെ കയ്യിലേക്ക് ഈ പെൺകുട്ടികളെ കൊണ്ട് കൊടുത്തത്. മറ്റൊരു മതം, ഈ കളരി എന്ന് പറയുന്നതും കരോട്ട എന്ന് പറയുന്നതും ഒന്നും ഇവറ്റകൾക്ക് വഴങ്ങുന്ന സാധനമല്ല. അത് ഈ പെൺകുട്ടികളെ ഞെക്കാൻ വേണ്ടി മാത്രം കണ്ടുപിടിച്ച ഒരു സാമാനമാണ് അവൻ പോക്സോ ക്രിമിനലാണ്. പക്ഷെ അറിഞ്ഞിട്ടും അവിടെ തന്നെ കുട്ടികളെ വിട്ടു. 2 വർഷം മുമ്പ് ഒരു സ്ത്രീ ഇരുന്നു കൊണ്ട് പരാതിയും പറയുന്നുണ്ട്. ദ UCC കറന്റ്ലി ഡൺ ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഞാൻ അത് തന്നെയല്ലേ പറയണം, ഡു ഇറ്റ് ഇൻ കേരള. പ്രത്യേകിച്ച് PVയുടെ അണ്ടറിൽ നിങ്ങളൊന്ന് ചെയ്ത് കാണിക്കും. കൂടെ ഒരു സജഷനും കൂടെ, അങ്കു ഈ ഡോറൊന്ന് ക്ലോസ് ചെയ്താണ് എക്കോ അടിക്കണം. ഈ ഡോറ് ക്ലോസ് ചെയ്യും. ആൻഡ് ഓപ്പൺ ദാറ്റ് വിൻഡോ. അതിൻ്റെ കൂടെ ഒരു ഇതും കൂടെ, പെൺകുട്ടികൾ വന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന മൈക്കിളാഞ്ചി മണുഗുണാഞ്ചി വിമൻസ് കമ്മീഷനെ മാറ്റിയിട്ട് ആപ്റ്റായി അതിന് നടപടിയെടുക്കുന്ന കൃത്യമായി കാര്യപ്രാപ്തിയുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള വിമൻസ് കമ്മീഷനെ ഇവിടെയും കൂടെ നിയോഗിക്കണം. കാരണം ഇവിടെ ഇരിക്കുന്നത് വെറും പേരിനുള്ള കുറെ ബൊമ്മ പീസുകളാണ്. എന്ത് കുന്തം കൊണ്ട് കൊടുത്താലും സ്ത്രീകളെ അവഹേളിക്കുന്നത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ബൊമ്മ പീസുകൾ. ഇതിനെയും കൂടെ മാറ്റാനായിട്ട് പറയണം. എനിക്കറിയത്തില്ല ഹൗ ഫാർ ഇത് നിങ്ങളിലേക്ക് എത്തുമില്ല എന്നുള്ളതാണ് എൻ്റെ ഭാഗം. ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നു. ഞാനൊരു പൗരയാണ്. എൻ്റെ ഡിമാൻഡാണ് ഞാൻ പറഞ്ഞത്. ഞാനും ഒരു സ്ത്രീ സംഘടന തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിമാൻഡ് ഇവിടെ സൂചിപ്പിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ബഹുഭാര്യത്വം നിരോധിക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. 100% നിരോധിക്കുക മാത്രമല്ല, കർശന നിയമം അതിനെതിരെ കൊണ്ടുവരണം. അതിൻ്റെ എൻ്റെതായ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ കൊടുക്കുന്ന ടാക്സ് എൻ്റെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും ഉന്നമനത്തിനും എൻ്റെ അനന്തരാവകാശികൾക്കുള്ള ഉന്നമനത്തിനും അവരുടെ സൗഖ്യപൂർണമായ ജീവിതത്തിനും വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇസ്ലാമിക വിഭാഗത്തിലുള്ള തന്തയില്ലാത്ത കൊച്ചുങ്ങൾക്ക് വഖഫ് ബോർഡിലേക്കല്ല ഞാൻ പൈസ കൊടുക്കുന്നത്. ഒരു പൈസ എൻ്റെ വക, എൻ്റെ ടാക്സ് പേയ്മെൻറ്റ് വഖഫ് ബോർഡിൽ എടുത്ത് ഈ തന്തയില്ലാത്ത മക്കൾക്ക് കൊടുക്കാൻ ഞാൻ അനുവദിക്കുന്നില്ല. എനിക്കത് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഇവറ്റകൾ ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് ഇവറ്റകൾ ചെലവിന് കൊടുക്കാനും, അല്ലാച്ചാൽ അങ്ങനെ ഒരു വിവാഹം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നിയമം വരണമെന്ന് ഷാബാനു പറഞ്ഞതിനേക്കാൾ കൂടുതൽ ശക്തമായി ഞാൻ പറയും. അത്രേ ഉള്ളൂ. ഷാബാനുവിനെ എല്ലാവരും കൂടെ മൂക്കി കയറ്റി അങ്ങേയറ്റം അങ്ങ് പോയി. ആ മതവിഭാഗത്തിൽ നിന്നൊരു പെൺകുട്ടി പുറത്തേക്ക് വന്നൊരു കംപ്ലൈൻറ്റ് കൊടുക്കണം തന്നെ വലിയ കാര്യം. അതും സുപ്രീം കോടതി വരെ പോയി അങ്ങനെ ഒരു നിയമം പാസാക്കി കൊണ്ടുവരുമ്പോൾ കങ്കാംഗ്രസുകാരാണ് ആ പാവപ്പെട്ടവൾക്ക് അത് നിഷേധിച്ചത്. ഇപ്പോൾ കങ്കാംഗ്രസുകാരെ തൂക്കിക്കൊണ്ട് കിടക്കുന്ന ഈ മേത്തന്മാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. പള്ളി വിളിച്ചതും കോൺഗ്രസ് തന്നെയാണ്. പള്ളി അവന്മാരുടെ ഇതിനകത്താണ്, അവന്മാരുടെ അണ്ടറിലാണ് പള്ളിയും പൊളിച്ചിട്ടുണ്ടായിരുന്ന. ഈ പറയുന്ന എല്ലാ ചാമാനവും നശിപ്പിക്കപ്പെട്ടതും കങ്കാംഗ്രസ് ഇരുന്ന സമയത്താണ്. അതേ ഷാബാനു കേസിൽ ഇടപെട്ടതും കങ്കാംഗ്രസ് തന്നെയാണ്. ഇനി ക്രിസ്ത്യാനികളോട് എനിക്ക് പറയാനുള്ളത് തന്നെ, മേരി റോയിയുടെ വിഷയം കൊണ്ടുവന്നപ്പോൾ അതിനും വേണ്ടിയിട്ട് പ്രമേയം പാസ്സാക്കിയത് ഉമ്മൻചാണ്ടിയുടെ ടീം അംഗങ്ങളാണ്, കങ്കാംഗ്രസ് ആളുകാർ തന്നെയാണ്. സ്ത്രീ വിരുദ്ധരാരെന്ന് ചോദിച്ചാൽ അത് കങ്കാംഗ്രസ് തന്നെയാണ്. ശബരിമല കേസിനകത്തും ഇതേപോലെ അവർ തന്നെയാണ് എഗൻസ്റ്റ് ചെയ്യുന്നത്. സ്ത്രീകളുടെ മൗലികാവകാശമാണ് അവിടെ പെണ്ണുങ്ങൾ കയറുക എന്നുള്ളത്. മൗലികാവകാശം മനസ്സിലാക്കിക്കൊണ്ട് കോടതി വിധി വന്നപ്പോൾ അത് നടപ്പിലാക്കാതിരിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിന്നതും കങ്കാംഗ്രസുകാർ തന്നെയാണ്. അപ്പോൾ സ്ത്രീ വിരുദ്ധരായ കങ്കാംഗ്രസ് വേണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്.
ദാറ്റ്സ് ഇറ്റ്. സീക്രട്ട് ഏജന്റ് ഇഷ്യൂ പറ. സീക്രട്ട് ഏജന്റ് ഇഷ്യൂ പറഞ്ഞല്ലോ പിന്നെന്താ ഇനിയിപ്പോൾ ഞാനത് എന്താ പറയല്ലോ. ദ 4 ജംഗ്ഷൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കാം. പുള്ളി നല്ലൊരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. യു ഗോ ആൻഡ് വാച്ച് ഇറ്റ്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അയാൾക്കെതിരെ ഞാൻ കൊണ്ടുവന്നത് കൃത്യമായ തെളിവാണ്. എൻ്റെ മൊബൈലിൽ കോൾ റെക്കോർഡറുണ്ട്. ഓൾറെഡി ഞാനത് മുതുകാടിൻ്റെ വക്കീലിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ കൊണ്ടുപോയാണ് അത് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് എന്നെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത്. പിന്നെ രണ്ടാമത് ഒരു വോയിസ് കൊണ്ടുവന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരൻ. എന്താ പറയുന്നത്? ഈ പിന്നെ ഫണ്ടിങ് ചെയ്തത് ഉണ്ണി മുകുന്ദനും മുതുകാടും ആണ് എന്നുള്ളത്. തീർച്ചയായിട്ടും ആ വോയിസ് എൻ്റെ തന്നെയാണ്, തർക്കമില്ല. അത് ഞാൻ ഇട്ടുകൊടുത്തത് ആർക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി അതിനകത്ത് സാധനവുമുണ്ട്. പക്ഷേ ഇതേ സാധനം ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ട്. അവനോട് പറഞ്ഞത് 21-ാം തീയതിയാണ്. അങ്ങനെ ഒരു സാധനം ഞാൻ അവനോട് പറയുമ്പോൾ ഇത്രയും സെൻസേഷനായ ഒരു കാര്യം അവൻ അന്ന് പറയാൻ തോന്നാതെ അവൻ പറഞ്ഞ കാര്യം ഞാൻ പുറത്തേക്ക് വിടുമ്പോൾ അത് കൊണ്ടുവന്ന് അതിനെ ഖണ്ഡിച്ചാൽ അത് ഏൽക്കൂല. ഞാൻ പറഞ്ഞത് ഞാൻ ഏൽക്കുന്നു. അതെ, ഉണ്ണി മുകുന്ദൻ ഫണ്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് ഉണ്ണി മുകുന്ദൻ കൂടെ സമ്മതിക്കുമ്പോഴാണ് കറക്റ്റ് ആവുന്നത്. അല്ലെങ്കിൽ ഞാൻ തള്ളിയതാണ്. അതെ, ഞാൻ തള്ളിയതാണത്. അത് ഞാൻ സായിക്ക് വേണ്ടിയിട്ട് തള്ളിയതാണ്. കാരണം സായിയുടെ വായിൽ നിന്ന് അത് പുറത്തേക്ക് വരണമെന്നുള്ളത് എൻ്റെ ആവശ്യമായിരുന്നു. ഞാൻ തള്ളിയതാണ്, അവനെ പേടിപ്പിച്ചതാണ്. മുതുകാടിനെ എനിക്ക് പരിചയം പോലും ഇല്ലാത്തൊരു സമയത്ത് ഞാൻ മുതുകാടിനെ അപ്രോച്ച് ചെയ്യുമെന്ന് പറഞ്ഞത്. മുതുകാടിനെ എന്നല്ല, സായിക്കെതിരെ ആരൊക്കെ ഉണ്ടോ അവരെ എല്ലാം ഞാൻ എക്സിക്യൂട്ട് ചെയ്യും, എൻ്റെ ഒപ്പം ചേർത്ത് നിർത്തും. സായി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഈവിളാണ്. അയാളെ ഇല്ലാതാക്കുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെയാണ്. എങ്ങനെ ഇല്ലാതാക്കുക? സൊസൈറ്റിയിൽ ഇതുപോലുള്ള വൃത്തികേട് പറയുന്ന ഒരു വ്യക്തിയായിട്ട് അവനെ നിലനിർത്താൻ എനിക്ക് താല്പര്യമില്ല. യൂട്യൂബ് ചാനൽ ഇല്ലാതാക്കുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശ ലക്ഷ്യമാണ്. കാരണം അവനെതിരെ വിഷയം വെച്ച് സംസാരിച്ചിരുന്ന എൻ്റെ ചാനൽ അടിച്ചു കളയാൻ ഫണ്ട് ഇറക്കിയത് അവനാണ്. എന്നെ എന്ത് ചെയ്തോ ഞാൻ തിരിച്ചത് അവനെ ചെയ്യും. അതൊരു നീതിയാണ്. എന്താണ് അവൻ എന്നോട് ചെയ്തത് ആ സാധനം തന്നെ ഞാൻ തിരിച്ചു ചെയ്താ. ബിഗ് ബോസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക്. അതിനകത്ത് കൃത്യമായിട്ട് പോയി നോക്കുക. എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. പിന്നെ പുള്ളി പറഞ്ഞതാണോ അല്ലയോ എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ കണ്ണൻ തന്നിട്ടുണ്ട്. കണ്ണനാണ് ബിഗ് ബോസ്. പുള്ളിക്കാരൻ തന്നിട്ടുണ്ട്. നിങ്ങൾ അതിനകത്ത് പോയി നോക്കുക. എന്നോട് പറഞ്ഞ കാര്യത്തിന് ഞാൻ കൃത്യമായി പറയണു. ഈ സാധനം സായിയോട് ഞാൻ നേരിട്ട് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഇങ്ങനെയാണ്, ജിനു ആണ് സ്ട്രൈക്ക് കൊടുത്തിട്ടുള്ളത്. ഞാൻ സ്ട്രൈക്ക് കൊടുത്തിട്ടില്ല. ജിനു കൊടുത്ത സ്ട്രൈക്ക് മാറ്റാൻ ജിനുവിൻ്റെ നമ്പറിനും ജിനുവിനോട് കോംപ്രമൈസ് ചെയ്യാനും ജിനുവിന് പൈസ ഓഫർ ചെയ്യുകയും ജിനുവിന് പിന്നെ സിനിമ ഓഫർ ചെയ്യുകയും ചെയ്തുകൊണ്ട് എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഫണ്ടിങ് ഉണ്ണി മുകുന്ദനും മുതുകാടുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ സാധനം തന്നെയാണ് ഞാൻ അവിടെയും കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത്. ഡേറ്റ് വൈസ് നോക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനകത്തുണ്ട്. ഡേറ്റും കൂടെ കാണിക്കാൻ പറയാം. ഞാൻ ഡേറ്റ് കാണിക്കാം. ബിക്കോസ് ഐ ഹാവ് സോളിഡ് എവിഡൻസ്. 21-ാം തീയതിയാണ് ഞാനത് വിളിച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. അത് ഞാൻ ആൾറെഡി കൊടുക്കേണ്ടവരടുത്ത് കൊടുത്തിട്ടുണ്ട്. ആ വോയിസിൽ കൃത്യമായി ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്കെതിരെ ഫണ്ട് ഇറക്കുന്നത് ഇവരാണെന്ന് തോന്നുന്നു. കാരണം 1 കോടി രൂപ നഷ്ടപരിഹാരം കെട്ടിവെക്കണമെങ്കിൽ 10 ലക്ഷം രൂപ നമ്മൾ 1 കോടി രൂപ നഷ്ടപരിഹാരം ഡിമാൻഡ് ചെയ്യണമെങ്കിൽ 10 ലക്ഷം രൂപ നമ്മൾ കെട്ടിവെക്കണം. ഈ ഫണ്ട് എൻ്റെ കയ്യിലോ നമ്മുടെ ജിനുവിൻ്റെ കയ്യിൽ, ജിനു ഗോപിയുടെ കയ്യിലോ ഇല്ല. ഇല്ലാത്തത് ഫണ്ട് ഇറക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ണി മുകുന്ദനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, മുതുകാടിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങേര് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിനക്കെതിരെ ഞങ്ങൾ 1 കോടി രൂപയ്ക്ക് കേസ് കൊടുക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്തു തരികയും ചെയ്യും. കാരണം നീ ഒരു സോഷ്യൽ ഈവിളാണ്. നല്ലൊരു സ്ഥാപനത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ കാണിച്ച പേക്കൂത്ത് നീ തന്നെയാണ് എന്നോട് വന്നത്. അത് നിന്റെ വോയിസ് അല്ലെന്ന് നീ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. ശരി, നിന്റെ വോയിസ് അല്ല, സമ്മതിച്ചു. പക്ഷെ നിന്റെ നമ്പർ എൻ്റെ കയ്യിൽ റെക്കോർഡൊക്കെ അല്ല. നീ എന്നെ വിളിച്ചതിന് എൻ്റെ കയ്യിൽ വോയിസ് റെക്കോർഡുണ്ട്. 7 മിനിറ്റ് ഒരു ദിവസം, 17 മിനിറ്റ് രണ്ടാമത്തെ ദിവസം, 1 മണിക്കൂർ 27 മിനിറ്റ് മൂന്നാമത്തെ ദിവസം. ഈ 3 പ്രാവശ്യവും നീ പറഞ്ഞ കാര്യങ്ങൾ, അതായത് സായി പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ പിന്നെ സൈന സൗത്ത് പ്ലസ് എന്ന് പറയുന്ന ചാനലിലെ ഒരാളെ അവിടെ പറഞ്ഞു വിട്ടു. ഇന്റൻഷനലി ഞാൻ അവിടെ ഒരാളെ പറഞ്ഞു വിട്ടു. അവർ എനിക്ക് വേണ്ടിയിട്ട് ഒരു കിച്ചു ചേച്ചിയുടെ വോയിസ് എക്സ്പ്ലനേഷൻ അപ്ലോഡ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇന്റൻഷനലി പോയി സാധനവും എടുത്തുകൊണ്ടുവന്ന് നിനക്ക് തന്നിട്ടുണ്ടെന്ന് നീ പറഞ്ഞു. തന്ന സാധനം ഒന്ന് കാണിക്ക് എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. സുനിതാ ദേവദാസിനെ അറിയാം ഈ ഗൂഢാലോചന എന്ന് നീ പറയുന്നു. എങ്കിൽ സുനിതാ ദേവദാസിനെ അറിയുന്ന കാര്യമാണല്ലോ നിങ്ങൾ രണ്ടും കൂടെ ചേർന്ന് ഡ്രാമ കളിച്ചതെന്ന് ഞങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് അതിനൊന്നും ഉത്തരവില്ല. പകരം ഏതോ ഒരുത്തിക്ക് കൊടുത്ത സാധനവും കൊണ്ടുവന്നിരുത്തി ഹണഹാ കുണഹ എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം പറയാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ചേച്ചിയുടെ സബ്ജക്റ്റ് തന്നെ പറയൂ, ബാക്കി പിന്നെ ഇപ്പോൾ UCC പറയൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൈസ് മാഡം.
അപ്പം എൻ്റെ ഈ ഒരു വിഷയം മാത്രം ഇന്നിപ്പം ഞാൻ കുറച്ച് തിരക്കുകളിലായതുകൊണ്ടാണ് എനിക്ക് ഇന്ന് മറ്റൊരു സബ്ജക്റ്റ് എടുക്കാൻ പറ്റാതെ പോയത്. സോ ഈ ടോപ്പിക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, സെൻട്രൽ ഗവൺമെൻറ്റിനോടുള്ള എൻ്റെ റിക്വസ്റ്റ് ഇതാണ്, പ്ലീസ്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അച്ഛനില്ലാത്ത മക്കൾ വളരുന്ന. മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ഇവിടങ്ങളിൽ ആദ്യം ഈ സാധനം കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യും. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ വോട്ട് നിങ്ങൾക്ക്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി നിങ്ങൾ ചെയ്ത എല്ലാ പ്രശ്നവും ഞാൻ മറക്കും. ഗുജറാത്ത് പോലും ഞാൻ ഇഗ്നോർ ചെയ്യും. നിങ്ങൾക്ക് എൻ്റെ വോട്ട്. അതിൻ്റെ ഓഫറല്ല, അത് ഞാൻ കൃത്യമായി പറയുന്നതാണ്. കാരണം അനിവാര്യമായ ചില ഇടപെടലുകൾ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും വേണ്ട ഒരു ഘട്ടത്തിൽ കൂടെയാണ്, ഒരു സാമൂഹിക സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ നടന്നു നീങ്ങുന്നത്. അർജൻറ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഈ നിയമം ഇവിടെയാണ്, കേരളത്തിലാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. നിങ്ങളുടെ കമൻസ് ഒന്ന് വായിക്കട്ടെ. ഒത്തിരി വെള്ളം താകളെ. ഹായ് ഇസ, ഹൗ ഇറ്റ്സ് എഫക്ട്. ഹായ് ബേബി, ഐ ലവ് യു. താങ്ക് യു. അങ്കു, ഇച്ചിരി വെള്ളം താകളെ. നിങ്ങളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. നീ 2-3 ദിവസം കൊണ്ട് ഇഷ്ടം പറയുന്നുണ്ടല്ലോ മുഹമ്മദ്, നമ്മ കല്യാണം കഴിക്കാം. ഒത്തിരി വെള്ളം താക്കളെ. ചേച്ചിൻ്റെ കമ്മൽ സൂപ്പറായിട്ട്. ഇതെനിക്ക് എൻ്റെ ടീച്ചറമ്മ അയച്ചു തന്നതാണ്, ശാന്തകുമാരി ടീച്ചർ അയച്ചു തന്നതാണ് ഇത്. ഐ എം വെരി ഹാപ്പി ടു ഹാവ് ദിസ്. സൂപ്പർ, താങ്ക് യു സോ മച്ച്. ഇത് മാത്രമല്ല, പൊട്ടും ടീച്ചർ വകയാണ്. പിന്നെ ഇച്ചിരി ഫുഡും അയച്ചു. എന്തേടാ ഗ്രാൻഡ് അയച്ചു തന്ന ഇത്? അമ്മോ, എന്തൊരു തണുപ്പ്. ഗൗതം പ്രസാദ് 9. ഗുഡ്. ഹായ് ശൈലജ. എന്തുവാ ഗൗതം പ്രസാദ്? എന്താണ് ഗൗതം പ്രസാദ്? ഇതിൻ്റെ അടിയിലാണോടാ ദോ ഇരിക്കുന്നത്? ദേ എൻ്റെ അടിയിൽ. ചേച്ചി എന്താണ് വിശേഷം? സാജ സക്കറിയ പറയാൻ കാരണം LDFന് അപ്പുറം കുറ്റം പറയാം. അതുപോലെ ഒരു ജ്വല്ലറി കുട്ടിക്കാൻ നടക്കുക മുസ്ലിമിൻ്റെ ആരും. ഇതെണ്ട എനിക്കിന്ന് കൊടുത്തു വിട്ടതാണ്. ഭയങ്കര, പക്ഷെ പല്ലില്ല. ഒരു സെറ്റ് പല്ലും കൂടെ കൊടുത്തു വിട്ടെങ്കിൽ ഞാൻ സൗകര്യമായിട്ടിരുന്ന് ചെയ്തതാണ്. ഞാൻ ഭയങ്കര കടുപ്പം. പക്ഷെ ഇതിനെ എന്തോ ഒരു പേര് പറയും, എന്താ ഒരു പേരാണ്. ഇത് മയ്യനാട് സ്പെഷ്യലാണ്. ടീച്ചറിൻ്റെ സ്വദേശം മയ്യനാടാണ്. എടുത്തോണ്ട് പോയി. ഇത് പല്ലില്ലാത്തതുകൊണ്ട് വായിക്കാത്തിട്ടിട്ട് നല്ല കൊവുന്ന ശേഷം തിന്നാൻ പറ്റുമോ? ആര് ഭരണത്തിൽ വരണം എന്നാ ചേച്ചിക്ക്? ആരായിരുന്നാലും ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന ആരായിരുന്നാലും ഓക്കെ. ജനങ്ങൾക്ക് നല്ലത് ചെയ്യണം, അത്രയേ ഉള്ളൂ. അത് ആരായിരുന്നാലും ഓക്കെ. 5 വർഷം ഈ തെമ്മാടി, 5 വർഷം ആ തെമ്മാടി എന്നത് വിട്ടിട്ട് 3rd പേഴ്സൺ വരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ചേച്ചി നെറ്റ് ഇഷ്യൂ റെക്ടിഫൈ ചെയ്യൂ. സോറി, ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ മറ്റൊരു വീട്ടിലാണ് ഉള്ളത്, ഗസ്റ്റാണ്. ഒരു ചെറിയ ഫംഗ്ഷന് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നെറ്റ് ഇഷ്യൂ പൂർണ്ണമായി അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാൻ ഒക്കത്തില്ല. ഉണ്ടോ? വായിട്ടാണ് നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ സമയമാകുമ്പോഴത്തേക്ക് അത് ഓക്കെ ആയിട്ട് വരും. പിന്നെ എനിക്ക് വേറെ സാധനം കൂടെ അയച്ചായിരുന്നു, കാണിച്ചു തരാം. കല്യാണത്തിന് ഇടാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അല്ല, മല. താങ്ക് യു. സൂപ്പറല്ലേ? ഷെഫിയുടെ വോട്ട് BJPക്കെങ്കിൽ എൻ്റെ വോട്ടും BJPക്ക്. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ ഡിമാൻഡ് ചെയ്ത സാധനം നടക്കുകയാണെങ്കിൽ. അല്ലെങ്കിലില്ല, നമ്മൾ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്.
എൻ്റെ മുഖം വലുതായതുകൊണ്ടാണോ എന്നറിയത്തില്ല, അമ്മ എപ്പോഴും എടുക്കുന്ന എപ്പോഴും വലിയ കമ്മലുകളാണ്. എന്താ കംപ്ലീറ്റ് എനിക്ക് അമ്മ വാങ്ങി തന്നതാണ്. ഞാൻ ഒരു ദിവസം എൻ്റെ കമ്മൽ കളക്ഷൻസ് മാത്രമായിട്ട് വരും. എത്ര കമ്മലുണ്ടെന്ന് അറിയാമോ? എടാ ഒരു പീസ് താടാ മോനെ, എല്ലാം കൂടെ ഒറ്റയ്ക്ക് തിന്നുമേ. ഏങ്ങി മഞ്ഞ പൂഞ്ഞോ ഞാൻ മാമണക്കും മണിമാല. എല്ലാം ഇവിടെ പോയി, ഒന്നിനെയും കാണാനില്ലല്ലോ, സുഹൃത്തുക്കളെ ഒന്നും കാണുന്നില്ലല്ലോ. UCC നിലവിൽ വന്നാൽ പള്ളിയും ക്ഷേത്രവും ഒക്കെ നിരോധിക്കാൻ സാധ്യതയുണ്ടല്ലേ? ഇല്ല. യൂണിഫോം സിവിൽ കോഡും പള്ളിയും തമ്മിൽ എന്ത് ബന്ധം? പള്ളിയും ക്ഷേത്രമൊക്കെ എന്തിനാണ് നിരോധിക്കുന്നത്? നിയമം അനുസരിച്ചിട്ട് പള്ളിയും ക്ഷേത്രവും ഒക്കെ കണ്ടിന്യൂ ചെയ്യാവുന്നുള്ളതല്ലേ ഉള്ളൂ. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? എന്തുവാടാ നീ വല്ലതും അയക്കുന്നുണ്ടോ? അത് അവിടെ കമ്മൽ ഞാൻ പെട്ടി വാങ്ങിക്കേണ്ട അവസ്ഥയാണ്. എന്തോരം കമ്മലാണെന്നറിയാമോ? കമ്മൽ കൊണ്ടൊരു കളരിയാണ്, അറിയാം. ഇതുണ്ടോ എൻ്റെ 1.5 പവൻ മാലയാണ്. ഞാൻ ഈ മാല പണയം വെച്ച് വേണം ജീവിക്കാനായിട്ട്. എൻ്റെ 1.5 പവൻ്റെ മാല ഉണ്ടോ? കണ്ട ഈ ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് അർമാദിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ സ്വല്പം അങ്ങ് അഹങ്കാരം അടങ്ങി വെച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? കൊള്ളാമ്മ? കിടുവല്ലേ ചേച്ചി? ഇനി ആരെങ്കിലും കമ്മൽ കൊടുക്കുന്നുണ്ടോ? എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നവരെനിക്ക് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് ചെയ്യണത് കമ്മലാണ്. ഐ ഡോണ്ട് നോ വൈ, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കമ്മൽ എൻ്റെ വീക്ക്നെസ്സാണ്. ഇതെൻ്റെ മോൻ ബാംഗ്ലൂരിൽ പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. കൊള്ളൂല്ലേ? നല്ല രസമല്ലേ? ഞാൻ അതാ പറഞ്ഞ ഒരു ദിവസം എൻ്റെ കമ്മലിൻ്റെ ഷോ കാണിക്കാനുണ്ട്. ടിനി ടിനി ടിനി. നീ എന്തല്ലേ വേറെ ഉണ്ടോ? നിങ്ങൾ ഞെട്ടും. ഇത് കമ്മലിൻ്റെ കണക്ഷൻ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. മനസ്സിലാക്കോ? കമ്പ്, വടി, ഇതൊക്കെയാണ് കമ്മൽ. ഇതെനിക്ക് നമ്മുടെ വ്ളോഗറില്ലേ താര വാങ്ങി തന്നതാണ്. കണ്ടാ? ഇത് താരയുടെ കമ്മലാണ്. താര താറൂസ് വേൾഡിൻ്റെ ഗിഫ്റ്റാണ്. കുറേ ഉണ്ട്. താരൂസ് വേൾഡ് കുറേ കമ്മൽ തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇളയ വാവ വാങ്ങിത്തന്ന, അവൻ്റെ പോക്കറ്റ് മണി സേവ് ചെയ്ത് വെച്ചിട്ട് വാങ്ങിത്തന്ന. ഒത്തിരി ഉണ്ട് കേട്ടോടേ. നിങ്ങൾ കളക്ഷൻ കണ്ടാൽ ഞെട്ടിപ്പോവും. ഞാൻ പിന്നെ ഇതൊക്കെ കാണിക്കുന്നത് എന്തിനു വെറുതെ നിങ്ങൾക്ക് ടെൻഷൻ ആക്കണ്ടെന്ന് വെച്ചിട്ട്. ഇനി മഞ്ഞ പൂഞ്ഞോ ഞാൻ മാമണക്ക് മണിമാന അപ്പം മാണ. ഇതും തറൂസ് വേൾഡ് വാങ്ങിച്ചു തന്നെയാണ്. നല്ല രസമല്ലേ? താര കുറേ കമ്മൽ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ, ഒത്തിരി കമ്മലുണ്ട്. കണ്ടാ? ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഇതായിരിക്കും ഇനി ഇടാൻ പോകുന്നത്. ഇത് താരു വാങ്ങി തന്നതാ. പൊളിയല്ലേ? എന്നാൽ വെളുക്കുന്നവരെ ഇരുന്ന് കാണിച്ചാലും തീരത്തില്ല. അതുകൊണ്ട് ഞാൻ നിർത്തി വെക്കണം, വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ഇതെനിക്ക് താര വാങ്ങി തന്നതാണ്. ഡടങ്കലേ ഡടങ്കലേ ഡടങ്കലേ. എന്തായാലും ഈ പെട്ടി ഞാൻ അലമാരിക്കകത്ത് വെച്ച് പൂട്ടി, അതുകൊണ്ട് രക്ഷപ്പെട്ടു.
അല്ലെങ്കിൽ എൻ്റെ ഈ കമ്മലുകളെല്ലാം, എൻ്റെ ഈ നിധിശേഖരം നഷ്ടപ്പെട്ടു പോകുമായിരുന്നു കൂട്ടുകാരെ, നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ഇത് പെട്ടി വെച്ച് പൂട്ടി കണ്ടോ, ഇത് കണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇതുപോലൊരു പെട്ടി? എൻ്റെ സ്വർണ്ണപ്പെട്ടിയാണത് മുഴുക്ക, സ്വർണത്തിനേക്കാൾ വിലയുള്ള പെട്ടിയാണത്, മനസ്സിലാക്കിക്കോ. എവറിത്തിങ് ഹിയസ് ഹിയർ. ഇതെൻ്റെ അമ്മയുടെ കയ്യേശ്വരവാ, കണ്ട? അമ്മ എൻ്റെ അഡ്രസ്സ് എഴുതിയതാണ്. താങ്ക് യു മമ്മ. നീ പൊടിയുന്നോ? ഇതിപ്പോൾ എന്തല്ല, താനൂജ ചേച്ചിയുടെ കമ്മൽ സൂക്ഷിച്ചു, ഇനി തിരിച്ചു തരാൻ പറ. അതെൻ്റെ നിമ്മി എന്നതാണ്. എൻ്റെ നിമ്മി കൊച്ച് അവിടെ ശിവക്ഷേത്രം ഉണ്ടാവും എൻ്റെ അടുത്ത്. അപ്പം നടന്ന ഫംഗ്ഷനിൽ അവൾ വാങ്ങി തന്നതാണത്. ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ എനിക്ക് വാങ്ങിച്ചു തന്നതാണ്. അതിനകത്ത് എനിക്കൊന്ന് ഒത്തിരി ദൈവങ്ങളുടെ ഫോട്ടോസുണ്ട് അതിനകത്ത്. എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ എനിക്ക് വാങ്ങി തന്നതാണ്. അവളിതുവരെ അറിഞ്ഞിട്ടില്ല. അവൾ അറിഞ്ഞ എന്നെ കൊല്ലും. എന്തായാലും അവൾ എൻ്റെ വീഡിയോസ് ഒന്നും ഇരുന്ന് കാണുന്ന കൂട്ടരല്ല, അതുകൊണ്ട് രക്ഷപ്പെട്ട്. അവളങ്ങനെ എൻ്റെ വീഡിയോസ് കാണും, ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ അവളെന്നെ തല്ലിക്കൊല്ലും. എനിക്ക് താരു വാങ്ങി തന്നതിൽ ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കമ്മൽ ഇതാണ്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഇടത്തില്ല. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അത് ഞാൻ ഇട്ടേനായിരുന്നു. പക്ഷെ എനിക്കത് തീരെ പിടിച്ചില്ല. ഈ കമ്മല നല്ല രസമുണ്ടല്ലോ, നല്ല രസമാണ്. ഇത് നെറ്റ്വർക്കിന് എന്താ പ്രശ്നമാണ്? എൻ്റെ നെറ്റ്വർക്കിന് എന്തോ പ്രോബ്ലം ആണ്. അതാണ്, അത് ക്ലിയർ അല്ല. ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ. ഞാൻ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി എനിക്കെതിരെ വീഡിയോ ചെയ്യുന്നവരുടെ എല്ലാവരുടെയും വീഡിയോ ഞാൻ ഇതിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇത് ഫുള്ളായി കേട്ടോ, മനസ്സിലായോ? ഇത് 32 GB ആണ്. അപ്പോൾ എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇത് 32 GB ഈ ഒരു മെമ്മറി കാർഡ് ഫുള്ള് എനിക്കെതിരെ വീഡിയോ ചെയ്തതിൻ്റെതാണ്. എത്രത്തോളം ഉണ്ടായിരുന്നെന്നറിയില്ല. അപ്പോൾ അത് ഞാൻ എന്താ സൂക്ഷിച്ച് വെച്ചിരിക്കും. ഇനി ഇതുപോലെ ഒരെണ്ണവും കൂടെ ഞാൻ വാങ്ങിക്കുകയാണ്. കാരണം ഇത് തീരുന്ന കോളില്ല. അപ്പോൾ പിന്നെ എടുത്തു വെച്ചിട്ട് അടുത്ത പ്രയോഗം, അതാണ് ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കണം. നമുക്ക് മുൻപോട്ടും ഇങ്ങനെ തന്നെ മുൻപോട്ട് പോകാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ്, ലുക്കിംഗ് ലൈക്ക് എ ബാവ്. സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ് ആൻഡ് ലുക്കിംഗ് ലൈക്ക് എ ബാവ്. ഞാൻ ഈ താര വേറൊരു കമ്മൽ വാങ്ങി തന്നിട്ട് കാണണ്ടേ നിങ്ങൾക്ക്? പൊളിയല്ല, ഞാൻ പൊട്ടിച്ചോല് നോക്കിയിട്ടില്ല. എങ്ങനെയുണ്ട്? താരക്കൊച്ചു വാങ്ങി തന്നതാ. ഇതാ കവർ, ഒന്നും കളഞ്ഞിട്ടില്ല, എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് എന്തോ, ഞാൻ മരിക്കുമ്പോൾ വന്ന് എടുത്തോണ്ട് പോയിക്കോ കേട്ടോ. ഇതെന്താ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ലൈറ്റ് വെയിറ്റ്. കണ്ട പൊളിയല്ലേ? ഇതാണ് ഞങ്ങൾ അവിടെ പോയപ്പോൾ ഇട്ട കമ്മൽ. ഇത് താര വാങ്ങി തന്നതാ. താരൂസ് വേൾഡിലെ താര കൊച്ചു വാങ്ങി തന്നതാ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല രസമാണ്, നല്ല സ്റ്റാൻഡേർഡ് കമ്മൽ. ഇതെൻ്റെ പിങ്ക് ഉടുപ്പിൻ്റെ കൂടെ ഇടാനായിട്ട് പിങ്കിഷ്. ഇതും താര വാങ്ങി തന്നതാ. താരയുടെ ഒരുപാട് കളക്ഷനുണ്ട്, ഒത്തിരി കളക്ഷനുണ്ട്, ഹ്യൂജ് കളക്ഷൻ. താര അന്ന് ഇട്ടുകൊണ്ട് വന്നത് ഒരു നല്ല രസമുള്ള കമ്മലാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. വെരി ഗുഡ് കമ്മൽ. ഇതാണ് താരയ്ക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ. താര ചേച്ചി ഒന്ന് കാണണം, കുറച്ച് കമ്മൽ കിട്ടി. എൻ്റെ കമ്മൽ വെട്ടുകൊണ്ട് കുട്ടി എനിക്ക് കമ്മൽ വാങ്ങി തന്നതാണ്. ഇതും എനിക്ക് താര വാങ്ങി തന്ന. താര വാങ്ങി തന്നതിൽ ഒരു കമ്മൽ എനിക്ക് ഇഷ്ടപ്പെടാത്തേ ഉള്ളൂ, ആ ഒരു കമ്മൽ. അത് ഞാൻ തിരിച്ചു കൊടുക്കും, എന്നിട്ട് വേറൊരു കമ്മൽ വാങ്ങിക്കും. ഇതിൻ്റെ ഇത് കുഴപ്പമില്ല, 50-50. ഇത് വലിയ ഇഷ്ടമൊന്നും പറ്റില്ല, പക്ഷെ കൊള്ളാം അല്ലേ? ഒരു കൊള്ളാം, ഒരു ലുക്കുണ്ട്. റെഡ് കളർ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു.
ഇനി ഒരു കമ്മലാണ് ഏറ്റവും ഭംഗിയുള്ളത്. ദ സൂപ്പർ ആൻഡ് സൂപ്പർ കമ്മൽ. നല്ല രസമല്ലേ? ഞാനിത് ഇട്ട് നോക്കി, നല്ല രസമുണ്ട്. ഇത് സെറ്റ് സാരിയൊക്കെ ഉടുത്തിട്ട് ഇതിടുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും, പൊളിക്കും. നല്ല ഭംഗിയല്ലേ? കാത് നിറഞ്ഞ് നിൽക്കും. ഇതൊക്കെ ഇടാൻ ഞാൻ ജീവിച്ചിരുന്നാൽ മതിയായിരുന്നു. മിക്കവാറും ശിടാപ്പികൾ എന്നെ കൊല്ലും, തട്ടും. ഇതെല്ലാം ഞാൻ ഭദ്രപ്പെടുത്തി വെക്കണം. ഇഷ്ടപ്പെടാത്തത് അവിടെ മാറ്റി വെച്ച, ഇഷ്ടപ്പെടാത്തത് മാറ്റി തരത്തില്ല. ഒരാളുടെ ഗിഫ്റ്റ് കളയാൻ പറ്റത്തില്ല. അതൊന്നും മാറ്റി വെക്കാനും കളയാനും ഒക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ആദ്യം ചെയ്തൊരു മിസ്റ്റേക്ക്, എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ നിമ്മി കൊച്ചു തന്നൊരു കമ്മൽ അനർഹമായ ഒരാൾക്ക് കൊണ്ടുപോയി കൊടുത്തു. അതിനെ തുടർന്ന് അവൾ അത്രയും ഇഷ്ടപ്പെട്ട് എന്നോടുള്ള സ്നേഹം കൊണ്ട് വാങ്ങിച്ചു തന്ന സാധനം അനർഹമായ ഒരു കരങ്ങളിലേക്ക് ഞാൻ കൊണ്ട് കൊടുത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഞാനിപ്പോൾ ഈ അനുഭവിക്കുന്ന മുഴുക്ക്. അതുകൊണ്ട് ഞാൻ ആർക്കും ഒന്നും തരുന്നതല്ല. എനിക്ക് ഇതിന് ടീച്ചറമ്മ അയച്ചു തന്നെയാണ്. താങ്ക് യു സോ മച്ച്. ഒന്നുകൂടെ ശാന്തകുമാരി ടീച്ചറേ, താങ്ക് യു. ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിനും താങ്ക് യു. ഇതെന്താ കമ്മലുകളുടെ സാധനം? നീ എന്താ വിചാരിച്ചേ? കമ്മലുകൾ. ഞാൻ നാളെ ഒരു ഫാൻസി സ്റ്റോർ തുടങ്ങാനുള്ള കമ്മലുകൾ എൻ്റെ കയ്യിലുണ്ട്. താര ചേച്ചിയെ കിഡ്നാപ്പ് ചെയ്യണം. താരയോ ഒന്നും പറയാനില്ല. സർപ്രൈസിങ്ങോ. ആദ്യം കണ്ടപ്പോൾ തന്നെ ഒരു 6-7 കമ്മൽ തന്നു. പിന്നെ കണ്ടപ്പോഴത്തേക്ക് 10 കമ്മലുകൾ തന്നു. അത്ര കമ്മൽ തന്നു അറിയാം. ഷീ സൂപ്പർ. ചേച്ചി മുസ്ലിമാണോ? നൈം കേട്ടിട്ട് മുസ്ലിമാണ്. ഗിഫ്റ്റ് ആർക്കും കൊടുക്കരുത്. സോറി ഷിമ്മി, ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. അത് ഞാനും നിമ്മിയും തമ്മിൽ ഒരു വ്യത്യസ്തത കണ്ടില്ല. പാവപ്പെട്ട ഒരു കുട്ടി വിഷമിക്കുന്നു. അവളുടെ മുഖം വലുതാണ്, അവൾക്ക് സൂട്ടബിൾ ആകും. ഇത് ഞാൻ ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണല്ലോ. എനിക്കിത് ഭാരം കൊണ്ടേ എൻ്റെ കാത് കുറച്ച് അല്ലെങ്കിലും വലിഞ്ഞ കാതാണ്. അപ്പോൾ അതും കൂടെ ഇട്ടാൽ ഒത്തിരി വെയിറ്റ് കൊണ്ട് പ്രോബ്ലം ഉണ്ടാകുമെന്ന് വെച്ചിട്ട് ഞാനത് നെറ്റ്. നിൻ്റെ കമ്മലുണ്ട്, അത് ഞാൻ അലമാരി വെച്ചിരിക്കുക. നീ അയച്ചു തന്നതുണ്ട്. ഇവളൊരെണ്ണം അയച്ചു തന്നിട്ടുണ്ട്, അതും ഉണ്ട്. അയ്യോ, അത് കാണിക്കാൻ നോക്കട്ടെ. ഞാനത് കബോർഡിലങ്ങാണ്ട വെച്ചിരിക്കുകയാണ്. നാളെ കാണിക്കാം, അല്ലെങ്കിൽ നാളെ അത് ഇട്ടുകൊണ്ട് വരാം. ആ കമ്മലൊന്നും കളയത്തിലെല്ലാം ഉണ്ട്. നിൻ്റെ കമ്മൽ ഇരിപ്പുണ്ട്. നീ ഒരുപാട് സാധനം അയച്ചില്ലേ? കമ്മൽ മാത്രമാണോ? നീ എന്തോരം സാധനം അയച്ചു? തലയിൽ കെട്ടുന്നത്, അത് എല്ലാം കൂടെ ഞാൻ അതെല്ലാം കൂടെ ഒരെണ്ണത്തിലാക്കി ഒരിടത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കുമ്മറി കുമ്മറി കുമ്മറി. എൻ്റെ മക്കളുടെ ഒരു ബുദ്ധിയെ കണ്ട കൺട്രാവി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആഭരണങ്ങളില്ല എന്ന് പറയണ്ട കേട്ടോ. ഇല്ലേ, ജപിച്ച ശരടാണ്, അറിയാമോ? എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ഒരു തീരുമാനം ഉണ്ടാക്കും. ജപിച്ച ശരടാണ്, മനസ്സിലാക്കിക്കോ. തീർത്ത് കളയും. സോറി മോളെ, അത് കബോർഡിലാണേ. അതുണ്ട്, പക്ഷെ അത് കബോർഡിലാണ്. സോറി, അയ്യാമി സോറി എളിയാ, അയ്യാമി സോറി. കമ്മലൊക്കെ എല്ലാ കമ്മലും ഇരിപ്പുണ്ട്, ഒരു കമ്മലും കളഞ്ഞിട്ടില്ല. അത് പക്ഷെ നല്ല രസമാട്ടോ. ഒരു ഡയമണ്ട് ഫീൽ വരാറുണ്ട്, ഡയമണ്ട് ലുക്ക് വരാറുണ്ട്. ഇത് എൻ്റെ മോൻ വാങ്ങിച്ചു തന്നതാണ്, ഗുലിസ് കേട്ടോ. ഇത് ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്, എൻ്റെ മരുമോക്കൊച്ചിന്. എൻ്റെ മരുമോക്കൊച്ചിന് കൊടുക്കാൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. എൻ്റെ മോൻ്റെ ആദ്യത്തെ ശമ്പളത്തിലുള്ള സാധനം. അതുകൊണ്ട് തന്നെ എൻ്റെ മരുമോള് കുട്ടിക്ക് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. സ്വർണ്ണമൊന്നും കൊടുക്കാനുള്ള പാങ്ങില്ല, നമ്മൾ പാവമാണ്. പ്രമാണമൊക്കെ നമ്മൾ കൊണ്ടുപോയി ബാങ്കിൽ വെച്ചിരിക്കുകയാണ്. എപ്പം വേണമെങ്കിലും ജപ്തി നടക്കാം, വസ്തുവൊക്കെ വിറ്റ് പോകും. അപ്പം ആകെ ഇനിയിപ്പോൾ ബാലൻസ് ഉള്ളതാ ഇതാണ്. ഇതും കൂടെ ഉള്ളൂ. മരുമക്ക് കൊടുക്കാൻ എന്തെങ്കിലും നമ്മൾ വെച്ചേക്കണ്ടേ? അങ്ങനെ ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ്. Pandi Haya, she is not Pandey here. She is on 18.2 years. അതൊക്കെ എന്തുവാണ് എപ്പോഴാണ് കിടന്ന് ബഹളം വയ്ക്കുന്നത്? എനിക്ക് ഈ സത്യത്തിൽ മീൻ കടയിൽ പോയിട്ട് വന്നിട്ടാണെന്ന് അറിയില്ല, ഒരു സ്മെല്ലുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്പ്രേ കരുതിയേക്കും.
ഭയങ്കര നാറ്റമാണ്. എന്താണെന്നറിയത്തില്ല. പല്ല് തേക്കാറില്ല കേട്ടോ. ഇതൊന്നോ ഇന്ന് പല്ല് തേച്ചിട്ടുമില്ല. അതൊരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മുടെ നാറ്റം നമുക്കല്ലേ അറിയൂ, നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ. അല്ല, നമ്മുടെ നാറ്റം നമുക്കറിയത്തില്ലല്ലോ, നാട്ടുകാർക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റ ഇന്ന് അമ്മ കൊടുത്തു വിട്ടതാണിത്. അമ്മ കൊടുത്തു വിട്ട എല്ലാ പൊട്ടും തീരാറായി, കണ്ടോ, എല്ലാം തീരാറായി. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം സൂക്ഷിച്ച് വയ്ക്കാമെന്ന്. എനിക്ക് സൂക്ഷിച്ച് വയ്ക്കുന്ന ഒരു പരിപാടിയില്ല. അപ്പം ഞാൻ കരുതി സൂക്ഷിച്ച് വയ്ക്കാന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഞാൻ ഇട്ടു. ഇതിൽ ഒരെണ്ണം ഒരുത്തി അടിച്ചുകൊണ്ട് പോയതാണ്. അവളുമായിട്ട് ഭയങ്കര അടിയും വഴക്കുമൊക്കെ ആയി. ദുഷ്ടത്തി അവളോട് എത്ര പറഞ്ഞ് എനിക്കത് എത്രയും വിലപ്പുള്ളതാണെന്ന്. വിലയുള്ളതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അഹങ്കാരം കൂടും, പിന്നെ നുള്ളി പറക്കും. മനസ്സിലാക്കിക്കോ. എന്തിനാണ് ഈ പോലീസുകാർത്തിമാർ പോലും മോശമല്ല കേട്ടോ. ഇവളുമാർക്ക് എൻ്റെ ഇത് കാണുമ്പോഴത്തേക്ക് ഒരാളൊക്കെ അതിഞ്ഞ് തന്നിട്ട് പോകുമെന്ന് പറയും. പിന്നെ പോലീസുകാർത്തികളായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് കൊടുത്തു. ഇത് ഞാനൊരു കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് വാങ്ങിക്കാൻ പോകുന്ന സമയത്തെ എൻ്റെ കൂടെ ഒരു കൊച്ചു വന്നായിരുന്നു. ഒരു കൊച്ചു മോനാണ്. അപ്പൻ കളഞ്ഞിട്ട് പോയതാ. അപ്പൻ കളഞ്ഞിട്ട് പോയത് കൊണ്ടാണോ എന്തോന്നറിയില്ല, അവനൊരു ചപ്പൽ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. സത്യമായിട്ട് എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കറിയാലോ, ഞാൻ പ്രമാണമൊക്കെ പണയത്തിൽ വെച്ചിട്ട് ആകെ തെണ്ടി കുത്തോളെടുത്തിരിക്കുകയാണ്. സത്യമായിട്ട് ഒരു പൈസയില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഞാനൊരു പൊട്ട് വാങ്ങിക്കാനാണ് പോയത്. അപ്പോൾ ഈ പൊട്ട് വാങ്ങിക്കാൻ പോയിട്ട് ഒരു ചെരുപ്പും കൂടെയൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു ആ കൊച്ചിന് എന്നെ ഓർമ്മയുണ്ടാവോ എന്തോ. പൊട്ട് കണ്ടപ്പോൾ ഓർത്ത് പറഞ്ഞതാണേ. ചപ്പൽ തൊട്ട് പച്ച കെട്ടി വരെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ സത്യം പറഞ്ഞാൽ പൈസ ഒന്നുമില്ല. കൊച്ചിൻ്റെ ബൈക്ക് കൊണ്ടുപോയി പണയം വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എപ്പോഴും എടുക്കാൻ പറ്റുമോ എന്തോ എനിക്കറിയത്തില്ല. ഒരു പൈസയില്ല. ആകെ മൊത്തം ദാരിദ്ര്യമാണ്. എന്നാൽ ശരി. ഇനിയിപ്പോൾ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷമമൊന്നും പറയണില്ല. ആർക്കെങ്കിലും എന്നെ സഹായിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം ശരിയാക്കി തരുന്നുണ്ട്. പിന്നെ ആർക്കെങ്കിലും എന്നെ സഹായിക്കണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇഷ്ടമാതിരി സഹായിച്ചോ കേട്ടോ. ഞാനങ്ങനെ വേണ്ടാന്നൊന്നും പറയത്തില്ല. എൻ്റെ ലിപ്സ്റ്റിക്കും ഒക്കെ തീർന്നിരിക്കണം. എനിക്ക് ആരും ഒന്നും തരാനും ഇല്ല കേട്ടോ. പാവം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പാടിലാണ്. റേഷൻ കാർഡ് പേരില്ലാത്തതുകൊണ്ട് റേഷനരി ഇപ്പോൾ കിട്ടത്തില്ല. അല്ലെങ്കിൽ നമുക്ക് റേഷനരിയൊക്കെ വാങ്ങിച്ച് കഴിക്കാമായിരുന്നു. കിട്ടത്തില്ല. ഈ ഉമ്മച്ചിയാണെങ്കിൽ റേഷൻ കാർഡിൽ പേരും ചേർത്തിട്ടില്ല. എന്തൊരു സാധനമാണ് എന്താ. ഏതായാലും എൻ്റെ GPay നമ്പർ ഞാൻ ഇവിടെ പറഞ്ഞിടാം. എല്ലാവരും എൻ്റെ ഫോൺ നമ്പർ തന്നെയാണ് GPay നമ്പർ. വല്ലതും 10-100 അയച്ചു തന്നാൽ ഞങ്ങൾ വല്ല ചോറും കറിയും. ഈ മാസത്തെ കറണ്ട് ബില്ലും കൊടുത്തിട്ടില്ല, വാടകയും കൊടുക്കാൻ പറ്റിയിട്ടില്ല. സത്യത്തിൽ പ്രശ്നത്തിലാണ് ആണ്. പച്ച സൈക്കിൾ എന്നൊക്കെ പറഞ്ഞാലേ അവർ പൈസ തരുള്ളൂ. അവർ കഴിഞ്ഞ മാസമല്ലേ പൈസ ഇട്ടത്, $100 ഇട്ടില്ലേ. അത് ഈ മാസമല്ലേ ബാങ്കിൽ വരുള്ളൂ. അത് കിട്ടിയിട്ട് വേണം പച്ച സൈക്കിൾ വാങ്ങിക്കാൻ. അപ്പം മോൻ പറഞ്ഞ് പച്ച സൈക്കിൾ വേണ്ട മമ്മി, ഫീസ് അടയ്ക്കാൻ പറഞ്ഞു. നമ്മൾ ഫീസ് അടച്ചിട്ടില്ല. അതും ഒരു കൊല്ലത്തെ ഫീസ് അടച്ചിട്ടില്ല. കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കാതിരുന്നാൽ കൊച്ചിനെ സ്കൂളിൽ നിന്ന് ഇറക്കി വിടത്തില്ലേ. അതിന് ടെൻഷൻസാണ്. ഇടയ്ക്ക് പറയണം ഇത്ത പ്രമാണം പണയത്തിലാണെന്ന്, എന്നാലും ആരെങ്കിലും എന്തെങ്കിലും തരുമോ. അത് ശരിയാ. ഞാൻ എത്ര പറഞ്ഞാലും എല്ലാവരും പറയും ഞാൻ കോമഡി പറയുകയാണെന്ന്. ഞാൻ പറയുമ്പോൾ മാത്രം കോമഡിയാണ്. വേറുള്ളവർ പറയുമ്പോൾ എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഞാൻ പൈസ ചോദിച്ചാൽ എനിക്ക് ആരും തരാനില്ല. എപ്പോഴും ഇങ്ങനെ തന്നെ. നമ്മൾ പറയണതൊന്നും അല്ലല്ല. കറണ്ട് ബില്ല് അടയ്ക്കണില്ല. കറണ്ട് ബില്ലാണെങ്കിൽ ഇഷ്ടംമാതിരി കറണ്ട് ബില്ല്. എന്ത് ചെയ്യുമെന്തോ. ഒരാൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. കാലാണെങ്കിൽ സുഖമില്ല, ഞൊണ്ടിയാ. ഈ കാലും വെച്ചിട്ട് എന്തെങ്കിലും പണിയെടുക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും പോയാൽ ആരെങ്കിലും കൂലി വിലയെങ്കിലും തരണ്ടായോ? വീട്ടിൽ വീട്ടിൽ പോയി തൂത്തുവാരാന്നൊക്കെ വെച്ചാൽ തന്നെ ഇവിടെ തൂത്തുവാരാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെ ഞാൻ നാട്ടിലുള്ളവരുടെ വീടൊക്കെ പോയി തൂത്തുവരാൻ പറ്റും. ആകെ ഒരു പരിപാടിയെ ഇനി നടക്കുകയുള്ളൂ, വല്ല ലോട്ടറി കച്ചവടം. അതിനും ഒരു വീൽ ചെയർ വേണം. ഞാൻ മുതുകാടിൻ്റെ അടുത്ത് പറഞ്ഞത് അതാണ്. എനിക്കൊരു വീൽ ചെയർ ഇതാ, എനിക്ക് ലോട്ടറി കച്ചവടത്തിനെങ്കിലും പോവണ്ട. കൊച്ചുങ്ങൾക്ക് ആഹാരം കൊടുക്കണ്ടായോ? 2 മുതുക്ക് മുള്ളരാണുള്ളത്, 2 എണ്ണവും തടിമാടന്മാർ. 4 പേരുടെ ചാപ്പാട് ഒരാൾ തിന്നും. എന്ത് ചെയ്യാനാ? ഈ കൊച്ചുങ്ങൾക്ക് ആഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് നിസ്സാര കഥയല്ലല്ലോ. മാപ്പിളയാണെങ്കിൽ പോയി കളഞ്ഞിട്ട് പോയി. ഇങ്ങനെ ഒരു അലവലാതിയാണല്ലോ ഞാൻ കെട്ടിയത്. എന്നും കപ്പയാണ്. കപ്പ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം. അതാകുമ്പോൾ വലിയ പൈസ ഇല്ലടേ. 3 കിലോയ്ക്ക് 100 രൂപയുള്ളൂ. 3 കിലോ 4 കിലോയ്ക്കൊക്കെ 100 രൂപയുള്ളൂ. അത് വല്ലയിടത്തുമൊക്കെ പോകുമ്പോഴത്തേക്ക് 4 കിലോ 100. നിങ്ങളൊക്കെ എന്തെങ്കിലും കപ്പ വെളിയിൽ, ഞാൻ ഫ്രിഡ്ജിനകത്ത് വയ്ക്കും. തൊലി പൊളിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും. അപ്പോൾ നമുക്ക് വീണ്ടും എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. 2 കപ്പ ഇത്തിരി വെള്ളവും കുടിച്ച് അന്നത്തേക്കായാ. 3 നേരം എങ്ങനെയെങ്കിലും കൊണ്ട് എത്തിക്കണ്ടേ അപ്പി പിള്ളേ. എനിക്കല്ലേ പറ്റൂ. മുനീർ ഹസ്ബൻഡാണ് എന്ന് അറിയില്ല.
ആയിരുന്നു. സോറി, നിങ്ങളെ കളിയാക്കി അപ്പോൾ പറഞ്ഞതാണ്. എന്നും കപ്പാണ് നമുക്ക് ഇഷ്ടം കേട്ടോ. ഇനിയും ഒരേക്കറുള്ള കാര്യം പറയണ്ട, തമിഴ്നാട്ടിലെ കാര്യവും. നമ്മൾ സോഷ്യൽ മീഡിയ ഫെയിം അല്ലേടെ, അപ്പം അത്യാവശ്യം പിടിച്ച് നിൽക്കണ്ടേ, അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കത്തില്ല. നസീമ എൻ്റെ നെയിം കറക്റ്റ് വായിക്കൂ, എന്നിട്ട് കമൻ്റ് ഇടൂ. ഷബീന മുനീർ, വികേഷ് ചാഹൽ, എടാ ഇപ്പം എടുക്കുന്നില്ലടാ നിന്നെ, ഇപ്പം നിന്നെ എടുക്കുന്നില്ല. ഇപ്പം ഇവിടെ വേക്കൻസി കുറവാണ്. ഞാനിപ്പോൾ അറിയിക്കാം. ഈ വെള്ളം ചെറുക്കം എടുത്തോണ്ട് പോയാ മകളെ, വെള്ളം നീ ഇങ്ങനെ എടുത്തോണ്ട് പോയടാ. മോനെ, കപ്പ അടുപ്പി വെച്ചത് പിന്നെ വെന്താന്ന് നോക്കിക്കാണ്. കപ്പ അടുപ്പി വെച്ചിരിക്കുകയല്ലേ, കപ്പ വെച്ചില്ലേ? ആ കപ്പ വെട്ടി അടുപ്പി വെക്കുക. വൈകുന്നേരം രാത്രി പിന്നെ എന്തിനു കഴിക്കും? ഉണക്കമീൻ ഇരിപ്പുണ്ടാ, എന്നാൽ അതെടുത്ത് പൊരിക്കുക. കപ്പ വെട്ടി അടുപ്പി വെക്കുക. തൽക്കാലം ഇന്നത്തെ ഡിന്നർ അതുകൊണ്ടൊക്കെ നടക്കട്ടെ. അപ്പോൾ ശരി, എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ GPay നമ്പർ ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വസ്തു ജപ്തിയിലാണ് ഉള്ളത്, അത് കൊണ്ടുപോയി ഞാൻ പണയം വെച്ചു. വീട്ടിലറിഞ്ഞ് എന്നെ കൊല്ലും. ഓരോ തവണയും ഞാൻ കൊണ്ട് പണയം വെക്കും. ഉമ്മച്ചി കാശിറക്കി പണയം എടുത്തു തരും, ഞാൻ വീണ്ടും പണയം വെക്കും. അങ്ങനെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഇനിയിപ്പം വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ഒരു സഹായ സഹകരണ സംഘം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിലൊരു പൈസ ഇല്ല, ഞാൻ ആകെ പ്രശ്നത്തിലാണുള്ളത്. കപ്പ സൂപ്പറല്ലേ? ഗതികേടുകൊണ്ടാ ലൈസ. എൻ്റെ പൊന്ന 4 മാസമായി കാശ് 4000 രൂപ അവിടെ കാശ് കടം കൊടുക്കാനുണ്ട്. ആ ഏരിയ വന്ന് അവൻ കല്ലെടുത്തെറിയുമെന്ന് പറഞ്ഞു. നീ ഈ മാസം എന്തെങ്കിലും കടം ചോദിക്കാൻ ചെന്നാൽ കല്ലെടുത്ത് അങ്ങേര് എറിയും. 4500 രൂപയാണ് പള്ളി ബില്ല്. തേങ്ങാൻ പറ്റുന്നില്ല പൊന്നാളെ, താങ്ങാൻ പറ്റുന്നില്ല. പാട്ടിടൂ. ഒരു കാര്യം ചെയ്യാം, ജിനു ഗോപിയെ ഒന്ന് ഫോൺ വിളിക്കാം. അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാം, ഇച്ചിരി പൈസ ചോദിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻ്റ് ഇടും. ചിലപ്പോൾ അവൻ വല്ല പൈസ തന്നാലോ. അവന് വേണ്ടി അവനെ നമുക്കൊന്ന് വെളുപ്പിക്കാം. നിങ്ങൾ കൂടെ നിൽക്കുമെങ്കിൽ നമുക്കവനെ വെളുപ്പിക്കാം. വേണ്ടേ? വേണം. കുഞ്ഞിക്കിളിയേ കൂടെ ഇവിടെ നിന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നില്ല. അവളുണ്ടല്ലേ, അവൾ ആരാണെന്നറിയാം നിങ്ങൾക്ക്? വീണയെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? വീണ ആരാണെന്നറിയാം നിങ്ങൾക്ക്? വെറും വൃത്തികെട്ടവളാണ് അവൾ, വെറും വൃത്തികെട്ടവൾ. എൻ്റെ കൊച്ചിനെ കൊണ്ടുവന്ന് കാണിച്ചില്ല. എന്നിട്ട് അവളവിടെ വാട്സപ്പിൽ കൂടെ ഒരു വിളി, അവളൊരു വിളിയും അവളൊരു കൊഞ്ചലും. എടീ, നിന്റെ വാട്സപ്പ് ഞാൻ ബ്ലോക്ക് ചെയ്യടി വീണേ. നീ ഇനി മേലിൽ എന്നെ വിളിച്ചു പോകരുത്. ദിസ് ഈസ് ലാസ്റ്റ് വാർണിംഗ് ഫോർ യു. ഡോണ്ട് എവർ കാൾ മീ അഗെയിൻ. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്? അതായത് ഈ വീഡിയോ നീ കാണുന്നുണ്ട്, നീ കൊച്ചിനെ ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. മാമണക്ക് മഞ്ഞിമാഞ്ഞ പൊന്മാഞ്ഞ പൊമാഞ്ഞ ഏനിമന പൂമോഞ്ഞ. നീ വരുമെന്നും പറഞ്ഞിട്ട് ഞാനിവിടെ കരിമീൻ വാങ്ങിച്ച് പൊരിച്ചു വെച്ചു, കപ്പ പുഴുങ്ങി വെച്ചു. നീ വന്നില്ല. 10 താറാമുട്ടയാണ് ഞാൻ പുഴുങ്ങി വെച്ചത്. ഇനി അത് ആർക്ക് കൊടുക്കും ഞാൻ? അടി, പറ്റിക്കരുത് കേട്ടോ. നിനക്ക് പണ്ടേനുള്ള സ്വഭാവമാണ്, ആളെ പറ്റിക്കരുത്. മനസ്സിലായോ? ചേച്ചി ഒരു പാട്ട് പാടും, നല്ല GPay ചെയ്യുള്ളൂ. GPay ഇപ്പം തന്നെ ചെയ്യണം കേട്ടോ. അന്നേക്കാശി എൻ്റെ നമ്പർ അറിയില്ല, 7002558483. പ്ലീസ്. കറണ്ട് ബില്ല് അടയ്ക്കണം, കൊച്ചിൻ്റെ ഫീസ് കെട്ടണം, പച്ച ജെട്ടി വാങ്ങിക്കണം, ഒരുപാട് പ്രോബ്ലംസ് ആണല്ലോ. പ്ലീസ് സപ്പോർട്ട് ചെയ്യ കേട്ടോ. കപ്പ എന്നും കഴിച്ചാൽ മതി കേട്ടോ, ചിലവ് ചുരുക്കണം. തീർച്ചയായിട്ടും. ഓക്കെ, ഡൺ. ചേച്ചി ഒരു പാട്ട് പാടുന്ന GPay ആക്കി. അത് മതിയാ പണ്ടേ. സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോർന്നി, സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോർന്നി, ആകാശമായി നീ അമോഹങ്ങൾ പങ്കുപോ പ്രേമത്തിൻ ഉത്തറു. 2 ദിവസം കൊണ്ട് ചായ കുടിക്കാനായിട്ട് ഞാൻ കവിളെല്ലാം മുട്ടി കോലം കെട്ടത് കണ്ടു ഗായ്സ്. കുഞ്ഞി ഹാപ്പിയാവും. എക്സാക്ട്ലി. അവൾക്ക് ഞാൻ ഈ പാട്ട് പാടുമ്പോഴേ തന്നെ അവൾ തുള്ളാൻ തുടങ്ങും. ഷീ ഈസ് സോ ഹാപ്പി വിത്ത് മൈ സോങ്. അങ്ങനെ പറയില്ലേ, കടത്തിലാണെന്ന് പറഞ്ഞാൽ മതി. എന്തോന്ന് കട? ബാങ്കിലെ കട. പക്ഷേ ഞാൻ പൊരുത്തും, കാരണം ഞാൻ കൃഷി ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടാണ് ലോൺ എടുത്തിട്ടുള്ളത്. എൻ്റെ അതെങ്ങാണം ജപ്തി ചെയ്ത അന്നും കൂടെ ഇവിടെ ജപ്തി നടപടിയാണ്. പൂവണയ ബാങ്കിനെ ഞാൻ പ്രതിക്കൂട്ടിലൊക്കെ ഏറി കയറ്റും. സെറ്റ് ഡബിൾ സെറ്റ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. രാത്രിയിൽ യാത്രയില്ല. ഇനി പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
ഞാൻ കൂർക്കം വലിച്ച് കിടന്നൊന്ന് ഉറങ്ങട്ടെ. സമാധാനമായി രമണ, സമാധാനമായി. പിന്നെ എന്നെ ഇന്നൊരാൾ വിളിച്ചിരുന്നു കേട്ടോ, പാവസ്ത്രീ. ഒത്തിരി വിഷമിച്ച എന്നെ വിളിച്ചിരുന്നത്. സോറി മോളെ, എനിക്ക് നിന്നെ സംരക്ഷിക്കാനാകത്തില്ല. എനിക്ക് അങ്ങനെ ഇനി ആരെയും സംരക്ഷിക്കാനാകത്തില്ല. പേടിയാണ് മോളെ, പേടിയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാണ്. എനിക്ക് വയ്യ, എനിക്ക് ഭയമാണ്, എനിക്ക് വയ്യ. പോലീസ് എന്ന് എഴുതി കാണിച്ചാൽ തന്നെ എനിക്ക് പേടിയാണ്. എനിക്ക് വയ്യ. അതുകൊണ്ട് എന്നെ വിളിക്കരുത്, എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ സഹായിക്കില്ല. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. നിങ്ങൾ മനസ്സിലാക്കൂ, കാല് സുഖമില്ലാത്തൊരു സ്ത്രീയല്ലേ, സഹതാപം അർഹിക്കുന്നില്ലേ? പ്ലീസ് ശല്യം ചെയ്യരുത്. ഞാൻ ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ടിട്ട് വരണോ? വേണ്ടല്ലോ. ആ, ടീച്ചർ മുറ്റുപുള്ളി വെച്ചു ഗുഡ് നൈറ്റ് എന്ന്. മതി, എനിക്ക് മതി, ഞാൻ പോണു. ചേച്ചി പാപ്പരായെന്ന് എവിടെയോ അശരീരി കേട്ടു. കുറച്ച് കറണ്ട് ബില്ല് അടയ്ക്കണ്ടായോ? ഫ്യൂസ് ഊരിക്കൊണ്ട് പോയെന്ന് കൂടി പറയും. ആ കറണ്ട് ഉണ്ട്, നാളെ രാവിലെ വന്ന് ഊരിക്കൊണ്ട് പോകും. 4 മണിക്കല്ലേ ഇത്ര ഉറങ്ങും? ഇത്ര നേരത്തെ ഉറങ്ങല്ലേ? ഉറക്കം വരണ്ടേ കുട്ടി? വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള എനിക്ക് ഉറക്കമില്ല കുട്ടി. മോനെ, ആ പട്ടി കിടന്ന് കുരയ്ക്കുന്ന അതിനെ കല്ലെടുത്തറിയാണ്. ശരി, ആ പട്ടി കിടന്ന് കല്ലെടുത്തറിയാണ്. എവിടെ കിടന്നൊരു പട്ടി കുരയ്ക്കണം? കല്ലെടുത്തറി പില്ലി. ആ ഡോർ അങ്ങോട്ട് അടച്ചേരാം, അത് കേൾക്കാതിരിക്കാനായിട്ട് ആ ഡോർ ഇങ്ങോട്ട് അടച്ചേരാം. പട്ടിക്കൊക്കെ കുരയ്ക്കാൻ കണ്ട സ്ഥലം. ആ പട്ടി അവിടെ കിടന്ന് കുരയ്ക്കണണ്ടില്ലേ? അടക്കി കഥവ്. പുഴുത്തതാണെന്ന് തോന്നുന്നുണ്ട്, സ്മെല്ല് വരുന്നുണ്ട്. പുഴു ഇരിക്കുന്നുണ്ട്, സ്മെല്ല് വരുന്നുണ്ട്, സ്മെല്ല് വരികയുണ്ട്. കഥ അടച്ചോളാം. നാറ്റം നാറ്റം. ചേ, പട്ടികളെയൊക്കെ അഴിച്ചു വിട്ടിരിക്കുകയാണ് ഇങ്ങനെ. അടാ കഥ വിടാ. അപ്പം ശരി കേട്ടോ, ഗുഡ് നൈറ്റ്. ആ പട്ടി ഒന്ന് വരട്ടിട്ട് കേട്ടോ. അപ്പം ശരി, ഓക്കെ. ഹായ്, അറിയോ എന്നെ? പിന്നെ ആ ഫാത്തിമ കാമിലെ അറിയാത്തത് ആരാണ്ട്? ഛേ, എന്താണെന്ന് ഭയങ്കര സ്മെല്ല്. പുഴുത്ത പട്ടിയും കണ്ടാണ്. മോനെ കഥ വിടാ, അടിച്ചു വിടാനെ, കല്ലെടുത്തെറി. ഛേ, ഇതൊരു നാറ്റം. പുഴുവൻ കണ്ടായി അതിന് കേട്ടാ. എന്തെന്നായി? ഈ റോട്ടിൽ കിടക്കുന്നതല്ലേ, എല്ലാ പട്ടികളും കയറുന്നുണ്ടാവും. അങ്ങനെ എങ്ങനെ പുഴുത്തതായിരിക്കും. എന്തിനാണോ എന്തോ, വല്ല എയ്ഡ്സ് എങ്ങാനും പിടിച്ച് കാണോ, അല്ലെങ്കിൽ ഇത്രയും നാറുവോ? എന്തൊരു നാറ്റം. എന്നിട്ട് കൂളായിട്ട് നടന്നു പോണ്. അതിനറിയാൻ വയ്യ ഏട്ടാ അത് നാറുന്നത്. അയ്യേ ചീ. ശരി, ഞാൻ ഗുഡ് നൈറ്റ്. ഞാൻ പോയി ഛർദിക്കിട്ട്. ചുമ്മാ ഈ കപ്പയൊക്കെ വരെ തിന്നിട്ട് ഞാൻ പക്കം വിട്ട് എനിക്ക് ഛർദിൽ പറഞ്ഞാൽ പറ്റി ഛർദിക്കിട്ട് വിട്ട്. ബൈ, ഗുഡ് നൈറ്റ്. നാളെ കാണാം. പഴം